ഇരുന്നത്. അപ്പോ ആദ്യം വാപ്പ തന്നെ പറഞ്ഞ ഒരു കാര്യം, പത്രം വായിക്കുക, ഇപ്പം പഠിക്കുന്നത് നന്നായി പഠിക്കുക. ഇതാണ് സിവിൽ സർവീസിന് വേണ്ട കാര്യങ്ങൾ എന്നാണ് അന്ന് പറഞ്ഞത്. അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. ഏകദേശം ഒരു 7ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അന്ന് തൊട്ട് പത്രം വായന പതിയെ ഞാൻ തുടങ്ങിയിരുന്നു. എന്റെ SLC വിദ്യാഭ്യാസം സ്കൂളിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കക്കാട്ടിലായിരുന്നു. +2 ഞങ്ങളുടെ താലൂക്ക് ഹെഡ് ക്വാർട്ടർ ആയ കാഞ്ഞങ്ങാടായിരുന്നു, കാസർഗോഡ് ജില്ലയിലെ. ഒരുപക്ഷെ ഞാൻ ആദ്യമായി ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സിവിൽ സർവീസ് ഒക്കെ, IAS അല്ലെങ്കിൽ IPS എന്നൊക്കെ കേട്ടിട്ടല്ലേ പത്രത്തിൽ കണ്ട് അല്ലെ. അതിലുപരി ആദ്യമായി ഒരു IAS ഒക്കെ കാണുന്നത് ഒരു +2 കാലഘട്ടത്തിൽ നമ്മൾ താലൂക്ക് ഹെഡ് ക്വാർട്ടറിൽ ആയതുകൊണ്ട് സബ് കളക്ടറെ കണ്ടുകൊണ്ടാണ്. അതും ദൂരത്ത് വെച്ച് കണ്ടതാണ്. അപ്പോ അങ്ങനെയാണ് ആഗ്രഹം അല്ലേ ഒരു ഒരു നമ്മളെ ഉള്ളിൽ ലയിക്കാൻ തുടങ്ങി. എനിക്കിനി ആവേണ്ടത് ഒരു സിവിൽ സർവന്റ് ആണ്. സ്കൂൾ കാലഘട്ടത്തിൽ NSSന്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുമ്പോഴൊക്കെ സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നിച്ച വന്നു തുടങ്ങിയിരുന്നു. പിന്നെ +2ന് ശേഷം ഞാൻ ഡിഗ്രി BTech ആണ് എടുത്തത്. NIT കാലിക്കറ്റിൽ നിന്ന് എടുത്തു. 2017 എന്റെ ഡിഗ്രി കഴിഞ്ഞു. ഞാൻ നേരെ കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്തു. അപ്പൊ എന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റേറ്റ് അക്കാഡമിയിൽ നിന്നാണ്. പക്ഷെ അത് കൂടുതലായി ഒന്നും സിവിൽ സർവീസിനെ കുറിച്ച് നമ്മളിങ്ങനെ ഇപ്പൊ നിങ്ങൾക്കുമാകാം IAS ഹരികിഷോർ സാറിന്റെ ബുക്കൊക്കെ വായിച്ചിട്ടുള്ള അറിവല്ലാത്ത, അതിനേക്കാൾ കൂടുതൽ നമ്മൾ കിട്ടിയ ഒരാളെയോ അല്ലെങ്കിൽ അതേപോലത്തെ ആൾക്കാരെ ഒന്നും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. ഒരു ഫ്രഷർ ആയിട്ടാണ് 17 ജോയിൻ ചെയ്തത്. അതിനുശേഷം ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്തത് 2018 അത്തവണ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ആദ്യത്തെ ഘട്ടം പ്രിലിമിനറി പരീക്ഷയാണ്. അതൊരു ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള ഒരു എക്സാം ആണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അരുൺ ശശി സാർ പറയും. ആദ്യത്തെ ഘട്ടം പ്രിലിമിനറി പാസ്സാവാൻ സാധിച്ചു. രണ്ടാമത്തെ ഘട്ടം മെയിൻസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. ആ ഒരു സമയത്തൊക്കെയാണ് അരുൺ സാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. സുവോളജി ഒക്കെ സാറിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ. സാർ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സുവോളജിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ചെറിയൊരു മാർക്കിനാണ് അന്ന് ഇന്റർവ്യൂ പോയത്. അന്ന് ആ ഒരു തുടക്കക്കാരന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെ. പക്ഷെ ആ ഒരു തോൽവി കുറെ കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ, നമുക്കും നേടാൻ പറ്റും എന്നുള്ള വലിയൊരു പ്രചോദനം നൽകിയത് ആ ഒരു തോൽവിയായിരുന്നു. അങ്ങനെ 2019 എക്സാമിന് എഴുതി. ആദ്യത്തെ ഘട്ടം പ്രിലിമിനറി പാസ്സാവാൻ സാധിച്ചു. രണ്ടാമത്തെ ഘട്ടം മെയിൻസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്, അതും കൂടെ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ശേഷം ഇന്റർവ്യൂ സ്റ്റേജ് എത്തി. ഇന്റർവ്യൂ സ്റ്റേജിൽ ഒരു കൗതുകമായ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു സൈക്കിൾ മൊത്തം കഴിഞ്ഞ് ഇന്റർവ്യൂ ബോർഡിൽ എത്തുമ്പോൾ വീണ്ടും അവർ ചോദിക്കുകയാണ് ആരാണ് നിങ്ങൾ സിവിൽ സർവീസിലേക്ക് എത്തിച്ചത് എന്നുള്ളത്. അപ്പൊ എന്റെ ഒരു സൈക്കിൾ മൊത്തത്തിൽ അവിടെ കംപ്ലീറ്റ് ആയതുപോലെ എനിക്ക് തോന്നിയിരുന്നു. അപ്പോ അതിനുശേഷം റിസൾട്ട് വന്നു. 396 റാങ്ക് നേടാൻ സാധിച്ചു. അതനുസരിച്ച് എനിക്ക് IPS അലോട്ട് ചെയ്തു. രാജസ്ഥാൻ കേഡറാണ്. ഈ IAS IPS ഒരു ഓൾ ഇന്ത്യ സർവീസ് ആയതുകൊണ്ട് നമുക്ക് കേഡർ അനുസരിച്ചാണ് നമുക്ക് ഒരു കേഡർ അലോക്കേറ്റ് ചെയ്ത് തരും. അവിടെയാണ് നമ്മൾ സർവീസ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സിവിൽ സർവീസ് എന്തൊക്കെയാണ് സിവിൽ സർവീസിന്റെ പ്രത്യേകത എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏറ്റവും ഒരു പ്രത്യേകത നമുക്ക് സമൂഹത്തിൽ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ റിസൾട്ട് അറിഞ്ഞതിന് ശേഷം കോമൺ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്. അത് IAS IPS എല്ലാ സർവീസ് 24 സർവീസും ആൾക്കാർ ഒരുമിച്ച് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മുസോറിൽ വെച്ചാണ് ചെയ്യുക. ഏകദേശം ഒരു 3 മാസത്തോളം ഒരു കോഴ്സാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം, കുറെ IAS IPS IRTS IRS ആൾക്കാരൊക്കെ കാണാൻ സാധിച്ചു. അപ്പൊ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു അനുഭവം, ചെറിയ കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ്. അതാണ് ഈ ഒരു സർവീസ് നമുക്ക് തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അവിടെ ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു അനുഭവം പങ്കുവെക്കുകയായി. അപ്പോ സാറ് പോയ ഒരു സ്ഥലത്തിൽ വെള്ളക്കെട്ടായിരുന്നു, ഒരു ഏരിയ മൊത്തം വെള്ളക്കെട്ടായിരുന്നു. അപ്പൊ സാറ് വളരെ ചെറിയൊരു ഇനീഷ്യേറ്റീവ് എടുത്തു. അവിടെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കി, ഒരു ഡ്രെയിനേജ് പിറ്റ് ഉണ്ടാക്കി. അത് വളരെ ചെറുതാണ്, നമ്മളനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സംഭവമാണ്. പക്ഷേ അതിന്റെ ഒരു ഇമ്പാക്ട് ആ ഒരു ഏരിയയിൽ ഗ്രൗണ്ട് വാട്ടർ ലെവൽ കൂടാൻ സാധിച്ചു. രോഗങ്ങൾ കുറയാൻ അതൊരു ഒരു കാരണമായി. ഇങ്ങനെ കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ട് നമുക്ക് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലാനും സർവ് ചെയ്യാനും പറ്റുന്ന ഒരു സർവീസ് തന്നെയാണ് സിവിൽ സർവീസ്. അതിപ്പോ ഏതാണെങ്കിലും, IAS ആണെങ്കിലും IPS ആണെങ്കിലും അതിൽ താഴെ അതിനോടനുബന്ധിച്ചുള്ള ബാക്കി സർവീസ് ആണെങ്കിലും. ഇപ്പൊ നമ്മള് ഒരു കോവിഡ് ക്രൈസിസ് കടന്നുപോയി. അപ്പോൾ മൈഗ്രന്റ് ലേബേഴ്സിനെ ശ്രമിക് ട്രെയിൻ വഴി ട്രാൻസ്പോർട്ട് ചെയ്ത ഒരു IRTS അതിന് നേതൃത്വം വഹിച്ച ഒരു ഉദ്യോഗസ്ഥൻ
അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി ഫൗണ്ടേഷൻ കോഴ്സിൽ. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം അതായിരുന്നു, 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഉറങ്ങാൻ സാധിച്ചുള്ളെങ്കിലും അവസാനം ആൾക്കാർ അവര് സി ഓഫ് ചെയ്യുമ്പോൾ അവർ കൊടുത്ത അവരുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കുന്നതിൽ അപ്പുറമാണ് എന്ന് സാറ് പറഞ്ഞു. അപ്പൊ ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു ജോലിയാണ് സിവിൽ സർവീസ്. ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും, ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അതിലുപരി ഒരു സാറ്റിസ്ഫൈങ് ജോബ് കൂടിയാണ് സിവിൽ സർവീസ്. ഇത് സിവിൽ സർവീസ് നൽകുന്ന ഒരു ഡൈവേഴ്സിറ്റി, അത് വളരെ വലുതാണ്. ഇപ്പൊ നമ്മൾ അരുൺ സാറ് പറയും, നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ഡൈവേഴ്സ് ആയ കാര്യങ്ങളുണ്ട്. ജോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റി, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. എന്നിരുന്നാലും ഈ ജോബ് നൽകുന്ന ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഇപ്പൊ ഒരു IAS ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്ന പോസ്റ്റ്, ഇപ്പോൾ എഡ്യൂക്കേഷനിൽ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഇറിഗേഷൻ, വാട്ടർ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും. അത് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ വലുതാണ്. നമുക്ക് വേറെ ജോബുകളിലൊന്നും ലഭിക്കാത്ത അത്ര ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സിവിൽ സർവീസ് മേഖലയിൽ തന്നെ കിട്ടും. ഇതിന്റെ ഒരു ബേസിക്സ് ഒരു ഫൗണ്ടേഷൻ കോഴ്സുകളിൽ ലഭിച്ചോ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെയും കാര്യങ്ങളൊക്കെ ഡൈവേഴ്സ് ആയിരുന്നു. ഒരു ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടു കാണും, ഈ ലബാസിന മുസോറിയുടെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു കാണും. പക്ഷെ എനിക്ക് തോന്നി കുറെ കാര്യങ്ങൾ അവിടെയും ഒരു ഡൈവേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഒരു ഓഫീസർ ട്രെയിനിക്ക് നൽകുന്നത്. അതിപ്പോ പ്രത്യേകിച്ച് ഒരു ഹോബി എടുക്കുകയാണെങ്കിൽ, നമുക്ക് അവിടെ ഒരു ഹോബി ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ വലുതാണ്. ഇപ്പൊ ക്രിക്കറ്റ് കളിക്കേണ്ട ആൾക്ക് ക്രിക്കറ്റ്, ഫുട്ബോൾ, സ്വിമ്മിങ് കോവിഡിന്റെ പ്രശ്നങ്ങളായതുകൊണ്ട് ഉണ്ടായില്ല, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ആർച്ചറി, ഫയറിംഗ്, ഹോഴ്സ് റൈഡിങ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഹോബി പഠിക്കണം, അത് കാലിഗ്രാഫി ഉണ്ടായിരുന്നു, അതേപോലെ ഡാൻസ്, വെസ്റ്റേൺ, അങ്ങനെയൊക്കെ പറഞ്ഞ് മ്യൂസിക്, പിയാനോ, ഇങ്ങനെ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് അവിടെ നമുക്ക് നൽകിയിരുന്നു. അതിലുപരി ഒരു മെത്തേഡ് ഓഫ് ലേണിംഗ് നമുക്ക് ലബാസിനയിൽ കാണാൻ സാധിച്ചു. ഒന്നുകൂടെ ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്. നമ്മൾ പുസ്തകത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയിട്ടുള്ള ഒരു പഠനമായിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ലബാസിനയിൽ ഈ ഹാൻഡിക്യാപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളൊന്നും അത് കണ്ടില്ല. അത് പഠിപ്പിക്കാൻ നമ്മളെ സഹായിച്ചതെന്ന് വെച്ചാൽ, ഒരു സെഷൻ അവർ അറേഞ്ച് ചെയ്തു തന്നു. കുറച്ച് OTs അവര് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യും, അവരെ കണ്ണ് മൂടിക്കെട്ടും. അതിനുശേഷം ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് പോകാൻ അവരോട് പറയും. അപ്പൊ ആ ഒരു യാത്രയിലാണ് ആൾക്കാരൊക്കെ മനസ്സിലാക്കുന്നത്, നമുക്ക് സൈഡ് ഒരു റാമ്പ് ഉണ്ട്, അത് ഹാൻഡിക്യാപ്പ് ഫ്രണ്ട്ലി ആണ്. അതേപോലെ ബ്രെയിലി ലിപിയിൽ എഴുതി വെച്ച മാർക്കേഴ്സ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹിമാലയൻ ട്രക്ക്. ഈ ഹിമാലയൻ ട്രക്ക് നമ്മൾ ഒരു ഹിമാലയത്തിന്റെ ഒരു പോയിന്റിലേക്ക് നമ്മൾ ട്രക്ക് ചെയ്യണം. ഏകദേശം അതൊരു 9 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ പഠിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ലിമിറ്റഡ് റിസോഴ്സസ് കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം. അതിലുപരി ഞാൻ പോയ ട്രക്കിന്റെ റൂട്ട് ഹർക്കിദൂൺ എന്ന ട്രക്ക് റൂട്ടാണ്. അപ്പൊ അതിലൂടെ ഞങ്ങൾ ഏകദേശം ഒരു 3 ദിവസം നടന്നു നീങ്ങിയതിന് ശേഷം കണ്ട ഒരു വില്ലേജ് ഗംഗാഡ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം ആ ഒരു നാട്ടുകാരും കൂടെ തന്നെയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഗംഗാഡ് എന്ന് പറഞ്ഞ വില്ലേജ് കണ്ടാൽ ശരിക്കും ഒരു അത്ഭുതമാവും. കാരണം ഇലക്ട്രിസിറ്റി എത്തിയില്ല, വെള്ളമില്ല, പിന്നെ ഒരു ഇടുക്കിലാണ് ആ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത്. ആ വില്ലേജിന്റെ നടുഭാഗത്ത് കൂടെ നമ്മള് ഈ സോയിൽ ഇറോഷൻ കൊണ്ട് മണ്ണൊക്കെ ഇളകി പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇവിടെ ആൾക്കാർ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോവുക, എങ്ങനെയാണ് പഠിക്കുക? അപ്പൊ ആള് പറഞ്ഞു, അങ്ങനെ വലിയ ഫെസിലിറ്റി ഒന്നും ഇല്ല, ഇവർക്ക് തിരിച്ച് പോകാൻ നല്ല റോഡില്ല, അപ്പൊ അവർ ട്രക്ക് ചെയ്തിട്ട് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലെ അടുത്തുള്ള സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്, അതൊരു എക്സ്പീരിയൻസിലൂടെ നമ്മൾക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് വലിയൊരു ഒരു ബെനിഫിറ്റ് ആണ് സിവിൽ സർവീസിന്. ഈ ട്രെയിനിങ് ഭാഗം തന്നെ നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ട്രെയിനിങ് ഭാഗം. അപ്പോൾ ഗവൺമെന്റ് തന്നെ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട് നമ്മളെ ട്രെയിൻ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിക്കുക. അതൊരു വലിയൊരു കാര്യമാണ് സിവിൽ സർവീസിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം. പിന്നെ നമുക്ക് ഇപ്പൊ നാഷണൽ ബിൽഡിങ്ങിൽ ഒരുപാട് എല്ലാ മേഖലയും ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു നല്ലൊരു മേഖലയാണ് സിവിൽ സർവീസ്. അപ്പൊ നിങ്ങൾ ആൾക്കാർ ഇപ്പൊ 8ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ കോഴ്സ് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വന്നത് സിവിൽ സർവന്റ് ആവണം. അപ്പോൾ അതിനുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഒരുപാട് മുമ്പേ തന്നെ കിട്ടുകയാണ്. ഇപ്പം അരുൺ സാറ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മുന്നേ കൂട്ടി പ്രിപ്പറേഷൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്.
അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇപ്പൊ ഈ ഫൗണ്ടേഷൻ കോഴ്സിന് പുറമെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കും. ഇപ്പൊ 8 മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഒരു കാലയളവ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലയളവാണ്. ഇപ്പൊ ഒരു ഒരു സിവിൽ സർവീസ് ആസ്പിരന്റ് ഈ ഒരു പരീക്ഷയ്ക്ക് അഭിമുഖീകരിക്കുമ്പോൾ പഠിക്കാൻ തുടങ്ങുന്നത് ഒരു 8ാം ക്ലാസ് മുതലുള്ള NCERT ആണ്. അപ്പൊ നിങ്ങളിപ്പോ പഠിക്കുന്ന ബുക്കുകൾ തന്നെയാണ് നമ്മളും വീണ്ടും ആ ഒരു എക്സാം കാലഘട്ടത്തിൽ പഠിക്കുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ അത് മനസ്സറിഞ്ഞുകൊണ്ട് പഠിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം പത്രവായന ഒരു ശീലമാക്കുക. നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി അറിയുക. അത് ഒരു ഫാക്ച്വൽ ബേസിസ് അല്ല, അതിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അരുൺ സാറിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ ഇരുന്ന ഒരു സമയത്ത് ആണ് 2018 പ്രളയം നമ്മളെ ബാധിച്ചത്. അപ്പോൾ സാറ് എന്തുകൊണ്ട് ആ പ്രളയം ഉണ്ടായി, അതിന്റെ എന്തൊക്കെയാണ് റീസൺസ്, അങ്ങനെ ഒരു 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 ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് മെല്ലെ മെല്ലെ നമുക്ക് തുടങ്ങാം. അത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ മെല്ലെ മെല്ലെ തുടങ്ങാം. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം, ഇത് നമുക്ക് എന്തൊക്കെ പരിഹാരം ഉണ്ടാക്കാം. നമ്മൾ ചെറിയ രീതിയിൽ ചിന്തിക്കുക. ഇപ്പൊ പുഴ നിറഞ്ഞ് കവിയുന്നുണ്ട്, അപ്പൊ പുഴയിൽ മണ്ണുകളൊക്കെ അടിയുന്നുണ്ട്, അപ്പൊ അതിനെന്തൊക്കെ നമുക്ക് മാർഗങ്ങൾ സ്വീകരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിച്ച് തുടങ്ങാം ഇപ്പൊ തന്നെ. പിന്നെ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിജീവി അല്ലെങ്കിൽ ഒരു വൺ IQ ഉള്ള ഒരാൾക്ക് മാത്രം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു പേഷ്യൻസ് ആണെങ്കിലും ഡെഡിക്കേഷൻ ആണെങ്കിലും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇന്ന് തൊട്ട് ഇതുവരെ നമ്മൾ എന്തായിരുന്നു എന്നതിനേക്കാൾ ഉപരി ഇന്ന് തൊട്ട് നമ്മൾ എങ്ങനെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം അത് നമ്മൾ ഇപ്പോഴെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പറേഷൻ സമയത്തൊക്കെ ആൾക്കാർ ഇപ്പൊ ഡൽഹി അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ നമ്മൾ നമ്മൾ ഭയപ്പെടുത്തും ചില ആൾക്കാർ. പക്ഷെ അതൊന്നും ഒരു ഫാക്ടർ അല്ല. നമ്മൾ വർക്ക് ചെയ്താൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരു മേഖല തന്നെയാണ് സിവിൽ സർവീസ്. ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. ഞാൻ പറഞ്ഞ പോലെ ആദ്യമായി ഒരു സിവിൽ സർവന്റിനെ കണ്ടതൊക്കെ ഒരു +2 കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്കും അത് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പുസ്തകത്തിനപ്പുറം നിങ്ങളൊരു ഹോബി ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ ഉപകാരപ്പെടും. അതായത് ഞാൻ പറഞ്ഞത്, സിവിൽ സർവീസ് ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. അത് 3 ഘട്ടങ്ങളിലായി 3 ലെവൽസിൽ ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു ഹോൾസം പേഴ്സണാലിറ്റി ആവാൻ ശ്രമിക്കുക. നമ്മൾ ഹോബി ഉണ്ടാക്കുക. ഇപ്പൊ ക്രിക്കറ്റ് താല്പര്യമുള്ള ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുക, ഫുട്ബോൾ താല്പര്യമുള്ള ഫുട്ബോൾ ഇത് കളിക്കുക, അത് ഫോളോ ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. UPSCയും ഇതൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പരീക്ഷ ഒരു ഘട്ടത്തിൽ. അപ്പോ ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോ നിങ്ങളെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളെല്ലാം ഭാവി സിവിൽ സർവന്റ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. കൂടാതെ തന്നെ സൗത്ത് IASന്റെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ഷഹീൻ സർ, താങ്ക്സ് അലോട്ട്. ഷഹീനോട് എന്തെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. സിവിൽ സർവീസ് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ഒന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ ഉണ്ടോ? ക്ലിയർ അല്ലേ? ആളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. 1 സെക്കൻഡ്. ബുക്സ് ആൻഡ് മെറ്റീരിയൽസ്. ഓക്കെ ഷഹീൻ, നമുക്ക് ഏതൊക്കെ ബുക്സും മെറ്റീരിയലും ആണ് നോക്കേണ്ടത്? NCERT ബുക്ക് 6 to 12 പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതാണ്. ഞാൻ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഷഹീന്റെ ഭാഗത്ത് ഓക്കെ ബുക്സിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. ഓക്കെ ബേസിക്കലി ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ NCERT ബുക്ക് 6 to 12 തന്നെയാണ് വായിക്കുക. അപ്പൊ അതാണ് നമ്മളൊരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ബേസ് മെറ്റീരിയൽ, അത് തന്നെയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ന്യൂസ് പേപ്പറിൽ നിന്ന് നോട്ട്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആക്ച്വലി നമ്മളിതൊരു 3 മണിക്കൂർ എടുത്ത് ക്ലാസ് കൊടുക്കുന്ന സാധനമാണ് ന്യൂസ് പേപ്പറിൽ നിന്ന് എങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണമെന്നുള്ളത്. ഓക്കെ, ഇത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്ന ആൾക്കാർ ഫൗണ്ടേഷൻ കോഴ്സുകളിലുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ നോട്ടിന് അതൊരു ഇവോൾവിംഗ് പ്രോസസ്സ് തന്നെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ മെയിനായി നമുക്ക് ഈ സിലബസ് അറിഞ്ഞ് സിലബസിൽ നിന്ന് വരുന്ന ന്യൂസുകളാണ് നമ്മൾ നോട്ട് പ്രിപ്പറേഷന് എടുക്കാറുള്ളത്.
അപ്പോൾ ഏറ്റവും ചുരുക്കിയ ഒരു രീതിയിലാണ് നോട്ട് നമ്മൾ നിർമ്മിക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് തിരിഞ്ഞു നോക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻസ് എഴുതുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാൻ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് നോട്ട് പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതിന്റെ 1-2 മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. കൂടുതൽ എഡിറ്റോറിയൽസ് നിന്നാണ് നമുക്ക് നോട്ട് നമ്മൾ കുറെ പോയിന്റ്സ് കിട്ടുക. അപ്പൊ നമ്മൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് ഇപ്പോൾ പ്രോസ് കോൺസ് അങ്ങനെ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അത് അതേപോലെ എഴുതി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതൊരു ഇവോൾവിംഗ് പ്രോസസ് ആണ്. അത് മേ ബി സ്റ്റാർട്ടിങ് നമ്മൾ എഴുതുമ്പോൾ പത്രത്തിലെ ഒരു ഭൂരിഭാഗം കാര്യങ്ങളും എഴുതും. അത് നമ്മൾ ക്രമേണ നമ്മൾ മനസ്സിലാക്കി അത് ചുരുക്കി ഒരു 4-5 ബുള്ളറ്റ് പോയിന്റ്സിൽ തീർക്കാവുന്ന പോലെ എഴുതാൻ സാധിക്കും. ന്യൂസ് പേപ്പറും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണോ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പേപ്പർ ഞാൻ എന്തായാലും പറയാം ഡീറ്റെയിൽ ആയി. ഹോബിയെ പറ്റിയിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഹോബി ശരിക്കും ഇമ്പോർട്ടന്റ് ആണ് ഹോബി. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു എക്സാം സൈക്കിള് നമുക്ക് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം സൈക്കിളാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് കുറച്ച് നമ്മൾ ഒരു ലോ ലെവലിലേക്കൊക്കെ എത്താം. നമുക്ക് ഒരു മടുപ്പൊക്കെ ഫീൽ ചെയ്യാം. അപ്പോഴൊക്കെ നമ്മൾ റീ എനർജൈസ് ചെയ്യാൻ ഹോബി ഒരുപാട് ഉപകാരപ്പെടും. ഇപ്പൊ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ബാഡ്മിന്റൺ ഇഷ്ടമാണ്. അപ്പൊ എപ്പോഴൊക്കെ എനിക്ക് ഒരു ലെവൽ നമ്മൾ എത്തുകയാണെങ്കിൽ നമുക്ക് ഇനി പറ്റുന്നില്ല, ആ ഒരു പഠിത്തം നമ്മൾ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഹോബീസിലൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്താൽ നമുക്ക് റീ എനർജൈസ് ചെയ്യാൻ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഹോബി ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു തരത്തിൽ. പിന്നെ ഇന്റർവ്യൂയിൽ ഒരു കോളം തന്നെ ഹോബി ഉണ്ട്. ഹോബിനെ കുറിച്ച് ധാരാളം ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്നോട് ഇത്തവണ പ്രത്യേകിച്ച് ചോദ്യങ്ങൾ ഹോബീസിൽ ഉണ്ടായില്ല. സാധാരണ ഇന്റർവ്യൂ ഒക്കെ തുടങ്ങാറ് ഹോബിയൊക്കെ വെച്ചാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഹോബി ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മണിക്കൂറാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ. പക്ഷെ ഞാനിങ്ങനെ ഇത്ര മണിക്കൂർ പഠിക്കണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമുക്ക് സിലബസ് അറിയാം, നമുക്ക് എത്ര പഠിക്കണം എന്നുള്ള കാര്യം അറിയാം. അത് ഓരോരോ ആൾക്കാരുടെ ഒരു സൗകര്യം അനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്താൽ മതി. പക്ഷെ ആ സമയം പറയുന്നത് അത്ര ഒരു ഗുണകരമായ കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ആദ്യമൊക്കെ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഞാൻ 14 മണിക്കൂറൊക്കെ പഠിച്ചാണ് ടോപ്പേഴ്സ് ഒക്കെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ. അപ്പൊ അങ്ങനെയല്ല, നമുക്ക് എപ്പോഴാണ് സാധിക്കുക ഒരു 6-7 മണിക്കൂർ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ആ സമയത്തൊക്കെ നമുക്ക് കൃത്യമായി പഠിക്കുക. നമ്മൾ ആ കിട്ടുന്ന ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നാണ് കൂടുതലായിട്ട് മാറ്റർ ചെയ്യുന്നത്. നമ്മൾ അതിനേക്കാൾ ഉപരി എത്ര മണിക്കൂർ പഠിച്ചു എന്നത് മാറ്റർ ചെയ്യുന്ന കാര്യമല്ല. ഓരോരോ ആൾക്കാരുടെ എങ്ങനെയാണ് അവരുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് മൊത്തം സിലബസ് കവർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലുള്ള പ്രയോറിറ്റി. BA പൊളിറ്റിക്കൽ സയൻസ് എടുത്താൽ കൊള്ളാമോ എന്നുള്ളതാണ്. അത് ഞാൻ ആൻസർ പറയാം. കാരണം ഷഹീൻ ഒരു എഞ്ചിനീയർ ആണ്. ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണ് BA പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി പറയാം. സോ ഓഫ് കോഴ്സ് അതിന്റെ ആൻസർ ഞാൻ അവരോട് പറയാം. ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം ഓക്കെ ഞാൻ ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. ഷഹീൻ എന്താ ദെൻ ബിടെക് CSE സ്റ്റുഡന്റ് ബിടെക്കുകാരൻ തന്നെയാണ് ഇതിൽ ഇരിക്കുന്നത്. ഓക്കെ ദെൻ അതർ തിങ് ഓക്കെ എപ്പോ തൊട്ട് പ്രിപ്പയർ ചെയ്യണം എന്താണ്, അതായത് ഏത് ആണെന്ന് എനിക്ക് തോന്നുന്നു, ഏത് ലൈക്ക് സ്റ്റാൻഡേർഡ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ശരി, ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ എപ്പോഴാണ് നമ്മൾ ആഗ്രഹം അപ്പം തൊട്ട് നമുക്ക് തുടങ്ങാം. പക്ഷേ തുടങ്ങേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു ഗൈഡൻസ്. ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ബുക്കായ പോളിറ്റി ലക്ഷ്മികാന്ത് ഒക്കെ വായിക്കാം. അപ്പൊ UPSC ആസ്പിരന്റും കൂടെ ആണ്, അല്ലെങ്കിൽ UPSC ആണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഡെപ്തായി അത് അനലൈസ് ചെയ്യാൻ നോക്കുക. നമ്മൾ വെറുതെ പരീക്ഷയ്ക്ക് പോയി പഠിക്കുന്നതിനപ്പുറം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് തോന്നുന്നു ഈ സമയത്ത് ചെയ്യേണ്ടത്. CSE സ്റ്റുഡന്റ് എന്നല്ല, ഏത് ഡിഗ്രിക്കാരനും പറ്റും. സോ അത് ഡിസ്കസ്. IPS or IAS ഏതാണ് ഷഹീൻ സർ? which one is better? അത് രണ്ടും രണ്ട് മേഖലയിൽ നിന്നാണ്. ഇപ്പൊ എന്റെ സിവിൽ സർവീസ് പ്രിപ്പറേഷന് എന്റെ തുടക്കം തൊട്ടുള്ള ആഗ്രഹം IAS തന്നെ ആയിരുന്നു ആഗ്രഹം. അത് രണ്ടും ആൾക്കാരുടെ ഒരു പ്രിഫറൻസ് ആണ്. IAS എന്ന് വെച്ചാൽ കുറച്ചും അഡ്മിനിസ്ട്രേറ്റീവ് ആണ്, പോളിസി മീറ്റിംഗിലൊക്കെ നമുക്ക് ഇടപെടാം, പിന്നെ ധാരാളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ IPS ആണെങ്കിൽ ഒരു യൂണിഫോം സർവീസ് ആണ്. അപ്പൊ അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും.
പിന്നെ ക്രൈം, ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ ഇഷ്ടം അനുസരിച്ചാണ് പ്രിഫർ ചെയ്യേണ്ടത്. രണ്ടും നല്ല സർവീസ് തന്നെയാണ് സിവിൽ സർവീസിന്. ബി എ ജേർണലിസം, CSE, ബിടെക് ഇങ്ങനെ ഒരുപാട് ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഏത് ഒരു ഡിഗ്രി കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഏത് ഡിഗ്രിക്കാർക്കും സിവിൽ സർവീസ് അപ്ലൈ ചെയ്യാം. ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. ഞാൻ ഏത് റാങ്ക് കിട്ടിയാലാണ് IAS കിട്ടുക? അത് സാർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതൊരു വർഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അത് സാറ് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ പറയാം. Actually the question is for you, that's why. Then other questions. സിവിൽ സർവീസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നമ്മളുടെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഐ ആം എ ഫുട്ബോളർ, സോ അത് നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. പറ്റും, തീർച്ചയായും പറ്റും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ജോബാണ്. പക്ഷെ എന്നാൽ തന്നെയും നമുക്ക് നമ്മുടെ ഹോബീസ് കൊണ്ടുപോകാൻ ഒരുപാട് ഗവൺമെന്റ് ഭാഗത്ത് തന്നെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഫൗണ്ടേഷൻ കോഴ്സ് തന്നെ നമുക്ക് ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, ഒരു ഫുട്ബോൾ കോച്ച് ഉണ്ട്, സ്പെസിഫിക് ടൈമിംഗ് തന്നെ ഉണ്ട് നമ്മൾ ആ ഒരു ഹോബി നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് തന്നെ ഒരു സപ്പോർട്ട് ഉണ്ടാവും. പിന്നെ പൊതുവെ ഒരു IAS, IPS അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്ക് പിടിച്ച ഒരു ജോലിയാണ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ ഹോബി കൊണ്ടുപോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എനിക്ക് തോന്നിയത്, ആക്ച്വലി ഒരാള് നമ്മളോട് പറഞ്ഞു എക്കണോമിക്സിൽ വീക്ക് ആണ് അദ്ദേഹം, സോ എക്കണോമിക്സിൽ എന്ത് സ്ട്രാറ്റജിയാണ് കൊടുക്കുക? ഓക്കെ, എക്കണോമിക്സ് മെയിൻലി UPSC ഒരു കറണ്ട് അഫെയറിൽ നിന്നാണ് സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. നമുക്ക് ബേസിക് ആയിട്ടുള്ള എക്കണോമിക്സ് മനസ്സിലാക്കിയാൽ മതി. അതായത് ബേസിക് ടേംസ്, നമുക്കിപ്പോൾ ഇൻഫ്ലേഷൻ, റീഫ്ലേഷൻ, ഡിഫ്ലേഷൻ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് പത്രം വായിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനൊരു ബേസിക് ബുക്ക് നമുക്ക് വായിക്കാം. NCERT +1 +2 NCERT വായിക്കാം. പിന്നെ ഞാൻ ഫോളോ ചെയ്തത് ശങ്കർ ഗണേഷ് സാറിന്റെ എക്കണോമി ബുക്കാണ്. അത് ബേസിക് ആണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പറഞ്ഞു തരും. അതിലുപരി നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് മിസ്സാവുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് എക്കണോമി ഒരു പ്രശ്നമായി തോന്നുന്നത്. നമുക്കിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ, ഈ ഒരു ടെർമിനോളജി ഒക്കെ നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്കണോമി. പിന്നെ നമ്മൾ എക്കണോമിക് സർവേ വായിക്കാം. എനിക്ക് എക്കണോമിക് സർവേ വായിക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു ഏരിയയാണ്. അപ്പൊ നമ്മൾ എക്കണോമിക് സർവേ വളരെ ലേമൻ ലാംഗ്വേജിലൊക്കെ എഴുതി വെക്കുന്നതാണ്. നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു രീതിയിലാണ് എഴുതി വെക്കുക. അതൊക്കെ വായിച്ചു തുടങ്ങാം. പിന്നെ ഒരു ജനറൽ ഇൻട്രസ്റ്റ് നമ്മൾ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് വരും. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആണ് നമ്മൾ വീക്ക് ആണെങ്കിലും പതിയെ പതിയെ ഡെവലപ്പ് ചെയ്ത് വരും. അല്ലെങ്കിൽ നമ്മളൊരു മിനിമം എഫേർട്ട് അതിൽ ഇടുക, ഇതിങ്ങനെ പഠിച്ചെടുക്കുക എന്നുള്ള ഒരു രീതിയിൽ നമ്മളൊരു എഫേർട്ട് ഇടണം. കാരണം എക്കണോമി ഒരു മേജർ പോർഷൻ ആണ്. GS3 മൊത്തത്തിൽ എക്കണോമിന്റെ ഒരു മേജർ പോർഷൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ പതിയെ തുടങ്ങാം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം പത്രങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്ക് പതിയെ പതിയെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ സാറിനോടാണെങ്കിലും ക്വസ്റ്റ്യൻ ഉത്തരം പറയേണ്ടത് ഞാനാണ്. അതായത് ഹോമിയോപ്പതി കഴിഞ്ഞിട്ട് നേരെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കാവ്യ ചോദിച്ചിട്ടുള്ളത്. കാവ്യ, ഐ എം എ ഹോമിയോ ഡോക്ടർ. ഓക്കെ, ഐ എം എ ഹോമിയോ ഡോക്ടർ. ഞാൻ കോട്ടയം കുറിച്ചി ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്നാണ് ആക്ച്വലി BHMS എടുത്തത്. Then I took an MBA and after that MSc. Okay, then I have attended civil service examination twice. Okay, civil service interview 3 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഒരു വ്യത്യാസത്തിൽ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ദെൻ എന്റെ എന്റെ ഫ്രണ്ടാം സ്റ്റുഡന്റുമായിട്ടുള്ള 2 പേര് ആക്ച്വലി ഈ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ട് ഒരാൾ IAS കാരനായിട്ട് ഒരാൾ IRS കാരനായിട്ട് ഇരിപ്പുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഹോമിയോപ്പതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. then ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു ലിമിറ്റഡ് കൈൻഡ് ഓഫ് ടൈമിൽ നമുക്ക് എങ്ങനെയാണ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ശേഷം ആക്ച്വലി ഡീറ്റെയിലി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. അത് നമുക്കൊരു ജസ്റ്റ് ഒരൊറ്റ ടൈമിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ദിസ് ഈസ് ആക്ച്വലി an important question. One last question. എങ്ങനെയാണ് ഷഹീൻ സാറിന്റെ ടൈം ഡിവൈഡ് ചെയ്തത്? എന്താണ് ഷഹീന്റെ ടൈം ടേബിൾ? That's an interesting question. It's worth question. ഓക്കെ. ടൈം ടേബിൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സിവിൽ സർവീസ് ജേണിയിൽ. നമുക്കൊരു ബേസിക് ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കണം. ഞാൻ ഒരു സ്റ്റേജിൽ വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കോച്ചിങ് ചെയ്യുന്ന സമയത്ത്, അതായത് സ്റ്റേറ്റ് അക്കാഡമിയിലായിരുന്ന സമയത്ത് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അതിനുശേഷം ആ ക്ലാസ് നോട്ടാണ് കൂടുതൽ റെഫർ ചെയ്യുക. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ്ങിന് ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വെക്കുമായിരുന്നു.
അപ്പോൾ ആദ്യ സമയത്തൊക്കെ നമുക്ക് ന്യൂസ് പേപ്പർ റീഡ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ഒരു 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ എടുക്കും. അത് പതിയെ പതിയെയാണ് ഒരു 2 മണിക്കൂറിലേക്കൊക്കെ എത്തുക. അപ്പോൾ ആ ഒരു സമയം അങ്ങനെയായിരുന്നു എൻ്റെ മൊത്തത്തിലുള്ള സ്ട്രാറ്റജി. അതിനുശേഷം ടെസ്റ്റ് സീരീസിനെ ജോയിൻ ചെയ്ത് ടെസ്റ്റ് സീരീസിന്റെ ഒരു ടൈം ഷെഡ്യൂളാണ് ഞാൻ ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോ ആഴ്ചയിലും ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ടെസ്റ്റിന് വേണ്ടി പഠിക്കാനുള്ള ഒരു ടൈം ടേബിളാണ് ഞാൻ ആ വീക്കിൽ ഉണ്ടാക്കുക. ഞാൻ വീക്കിലി ടൈം ടേബിളാണ് ഉണ്ടാക്കുക. പിന്നെ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവും. അത് ഈ ടെസ്റ്റ് സീരീസിന്റെ ടൈം ടേബിൾ പ്രകാരമായിരിക്കും. ഇപ്പോൾ ഒരു വീക്കിലി ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 4-5 മണിക്കൂറൊക്കെ ആ വീക്കിലി ടെസ്റ്റിനും 1-2 മണിക്കൂർ ഓപ്ഷണൽ സബ്ജക്റ്റിനും വേണ്ടി മാറ്റി വെക്കാറാണ് എൻ്റെ ഒരു ടൈം ടേബിൾ രീതി. Okay, Shahin sir, thank you for your time, thank you for your valuable time. താങ്ക് യു സർ, താങ്ക് യു. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. നമ്മൾ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന്റെ നമ്മുടെ കൊല്ലം സെന്ററിന്റെ ഒരു ഇനാഗുറേഷൻ കൂടിയാണ് സാർ തുടങ്ങിയിട്ടില്ല. വെരി താങ്ക്സ് ഓഫ് യു. ആക്ച്വലി ഒരു സ്റ്റുഡന്റിനെ പിന്നീട് നമുക്ക് IPC കിട്ടിയതിന് ശേഷം ലഭിക്കുന്നത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം. താങ്ക് യു ഷെയ്ൻ സർ, താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു സർ, താങ്ക് യു. On behalf of Malayalam Manorama and on behalf of South AIS, very thank you. താങ്ക് യു സർ, താങ്ക് യു. ദെൻ ഇനി ഇതിനിടയ്ക്ക് വിക്രം ഇത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വിക്രം ചോദിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി 10th ശേഷം ഏത് സ്ട്രീം എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ലിമിറ്റഡ് ടൈമിനകത്ത് സിവിൽ സർവീസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു ടൈം ചോദിച്ചു. സെറിൽ സർ, എന്റെ സൗണ്ട് ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? ക്ലിയർ ആണോ? സെറിൽ സർ, അമൽ, ഷഹി, എനിവൺ, സൗണ്ട് ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓഡിബിൾ ആണ്. ജസ്റ്റ് ആരോ. ഓക്കെ, സോ അതിനെപ്പറ്റി നമുക്ക് ചെറുതായി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ്, എൻ്റെ പേര് അരുൺ, ഡോക്ടർ അരുൺ ശശി. ഞാനൊരു BHMS ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തു. ദെൻ അതിനുശേഷം MSc സൈക്കോളജി വർക്ക് ചെയ്തു. ദെൻ ഞാൻ സിവിൽ സർവീസ് ഇന്റർവ്യൂ 3 തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തവണയും ആക്ച്വലി ആദ്യത്തെ തവണ ഒരു നല്ല മാർക്കിനാണ്, ബാക്കി 2 തവണയും ചെറിയ മാർക്സിന് ആക്ച്വലി നമുക്ക് ഫൈനൽ സർവീസിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. Then I have joined IB, ഇന്റലിജൻസ് ബ്യൂറോ. ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു 2-2.5 വർഷം ജോലി ചെയ്തിരുന്നു. And I left that job and come back and started taking classes. Started taking classes in some of relevant industries in and around Kerala as well as in outside. So അങ്ങനെ കേരളത്തിലെ മൈനോറിറ്റി അഫേഴ്സിലും അതുപോലെയുള്ള കുറച്ച് അക്കാഡമീസിലും ഡൽഹി AQBIAS അത്തരത്തിലുള്ള അക്കാഡമീസിലും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സൗത്ത് IASന്റെ ആക്ച്വലി അക്കാഡമിക് കോർഡിനേറ്റർ കൂടിയാണ്. ഫൈൻ, ദാറ്റ്സ് ആക്ച്വലി സിംപ്ലി എ ബയോ അബൌട്ട് മീ. ദെൻ നമുക്ക് പറയാൻ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കുള്ള ഈ ഡൗട്ടുകളാണ്. സിവിൽ സർവീസ് എന്താണ് അങ്ങനെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. സോ അത്തരത്തിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങളും ഒക്കെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC അഥവാ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നമുക്ക് ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻസ് നടത്തുന്നത്. അതായത് നമുക്ക് കേരളത്തിൽ നോക്കിയാൽ കേരളത്തിലെ പട്ടത്ത് ഒരു PSC ഓഫീസിൽ, കേരള PSC, അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, LD ക്ലാർക്കിന്റെ, UD ക്ലാർക്കിന്റെ ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? സർ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് പട്ടം PSC ഓഫീസിലാണ് LDC അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇപ്പോൾ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇത്തരത്തിലുള്ള എക്സാമിനേഷൻസ് നടത്തുന്നത്. എന്നാൽ നമുക്ക് IAS, IPS, IFS, IRS, സോ ഈ ഒരു രീതിയിലുള്ള സെൻട്രൽ സർവീസുകൾ, ഫോറിൻ സർവീസ്, പോലീസ് സർവീസ്, റവന്യൂ സർവീസ്, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സോ ഇത്തരത്തിലുള്ള സർവീസുകളിലേക്കുള്ള എല്ലാ എക്സാമിനേഷൻസും നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതായത് നമ്മുടെ ഡൽഹിയിലെ ദോൽപൂർ ഹൗസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ സ്ഥലത്തുള്ള യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഒരു എക്സാമിനേഷൻ നടത്തുന്നത്. നമുക്ക് ആദ്യം ഈ എക്സാമിനേഷന്റെ പാറ്റേണും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്ന് അറിയാം. അതിനുശേഷം ഞാൻ PPT ഒന്ന് ഷെയർ ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ, ഒരുപാട് ടൈം എടുക്കില്ല, മാക്സിമം ഒരു 15 മിനിറ്റ്സ് അതിനുള്ളിൽ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി ആർക്കാണ് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ 21 വയസ്സ് തികഞ്ഞിട്ടുള്ള, the age is actually 21. 21 വയസ്സ് തികഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി, അത് ഡിസ്റ്റന്റ് ആവാം, കുഴപ്പമില്ല, അല്ലാത്ത ഒരു ഡയറക്റ്റ് ഡിഗ്രി ആകാം, ഈവനിങ് ആയിട്ട് പോയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഡിഗ്രി ആകാം, ഈവൻ നിങ്ങളൊരു പുറത്തു പോയിട്ടുള്ള ഒരു MBBS കഴിയുകയാണ്, പുറത്തു പോയാണ് ഒരു എഞ്ചിനീയറിംഗ്, ചൈനയിൽ പോയിട്ടാണ് MBBS പഠിച്ചത്, അങ്ങനെയുള്ളവർക്കും ഈ പരീക്ഷ എഴുതാം. പക്ഷേ UGC അതൊന്ന് റെക്കഗ്നൈസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ അത്തരത്തിലുള്ള ഡിഗ്രീസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഏത് ഡിഗ്രിയിലുള്ളവർക്കും ഏത് സ്ട്രീമിലുള്ളവർക്കും ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാം. ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുവാനായിട്ട് 80% മാർക്കോ 90% മാർക്കോ 99% മാർക്കോ ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുവാനായിട്ട് ആകെ വേണ്ടുന്നത് ഒരു പാസ് മാത്രമാണ്, ഒരു ഡിഗ്രി പാസ് ആയാൽ മാത്രമാണ്. നമുക്ക് ഒരു കേരളത്തിന് സെറ്റപ്പ് എടുത്ത് വെച്ച് പറയുകയാണെങ്കിൽ 50% മാർക്കോടെ ഡിഗ്രി പാസ് ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുവാനായിട്ടും എക്സാമിനേഷൻ എഴുതുവാനായിട്ടും സാധിക്കും. ഇങ്ങനെ 50% അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്ലസ് ടുവിന് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 10A+ എടുത്തിട്ടും കാര്യമില്ലാത്ത സിറ്റുവേഷനിലാണ് കേരളം. സോ ആ ഒരു സമയത്ത് എന്താണ് ഈ ഒരു 50% പോലും കിട്ടാത്തവർക്കും ആക്ച്വലി ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. ഇതിന്റെ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇടയ്ക്കും ഇപ്പോ ഈ ഒരു ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യുന്നവരിൽ പോലും ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതല്ലെങ്കിൽ വീട്ടിലെ ചില സിറ്റുവേഷൻസ് കൊണ്ട് പഠനം കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തവരുണ്ടാകാം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആൾക്കാർ. സോ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷൻ ആക്ച്വലി ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരവസരം നിഷേധിക്കരുത്. അതായത് നമ്മളുടെ ഇടയിൽ തന്നെ SC ആയിട്ടുള്ള ST ആയിട്ടുള്ള അതായത് നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള അത്തരത്തിലുള്ള റിമോട്ട് ആയിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാർ അവർ ചിലപ്പോൾ 40, 50, 70 കിലോമീറ്ററുകൾ നടന്നായിരിക്കും ഒരു കോളേജിൽ എത്തിച്ചേരുക. സോ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ ജീവിതവും ഈ ഒരു എഡ്യൂക്കേഷനും തമ്മിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റണം. ആ ഒരു രീതിയിൽ അവർക്ക് അവരുടെ ഒരു സാമ്പത്തികമായിട്ടോ അല്ലാതെയുള്ള ഒരു സിറ്റുവേഷൻ കൊണ്ടോ അവർക്ക് ഈ സിവിൽ സർവീസിലേക്ക് ഒരു അവസരം നിഷേധിക്കപ്പെടരുത് എന്നുള്ള രീതിയിലാണ് UPSC എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പാസ് മാത്രം മതി എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പൊ എന്നോട് ഒരു ക്വസ്റ്റ്യൻ ഫായിസ് ചോദിച്ചു, ഡിഗ്രി പാസ്സായിട്ടുള്ളവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അല്ല, നിങ്ങളിപ്പോ ഒരു MBBS ആണ്, BHMS ആണ്, BAMS ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ ഇയർ കഴിഞ്ഞ് നിങ്ങൾ ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഫൈനൽ ഇയർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതല്ല, ഒരു എഞ്ചിനീയറിംഗ് സപ്ലൈ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു അവസാന ടൈം ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ബട്ട് നമ്മൾ ഇതിന്റെ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ഒരു വാലിഡ് ഡിഗ്രി ഉണ്ടായിരിക്കണം. ദാറ്റ്സ് എ പോയിന്റ്. അതായത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ഇയർ ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ 21 വയസ്സ്, ദാറ്റ്സ് ഇമ്പോർട്ടന്റ്, 21 വയസ്സ് കഴിഞ്ഞിരിക്കണം. പക്ഷേ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ ഹാജരാക്കുവാനാണ്. സോ അതുകൊണ്ട് ഒരു ഡിഗ്രി പാസ്സാവാതെ ഒരു ഫൈനൽ ഇയർ ആയിരിക്കുന്ന ഒരു സ്റ്റുഡന്റിനും എന്ത് ചെയ്യാം, നമുക്ക് ഈ എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു വിധത്തിലുള്ള പ്രോബ്ലവും ഇല്ല. ഇനി നമുക്കിത് എത്ര വയസ്സ് വരെ എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റംപ്റ്റ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ നമുക്ക് 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയാണ് ഈ എക്സാമിനേഷൻ എഴുതാൻ പറ്റും. അതായത് നമ്മൾ 21 വയസ്സ് തികഞ്ഞിരിക്കണം, 32 വയസ്സ് കഴിയാനും പാടില്ല എന്നുള്ളതാണ് നിബന്ധന. ഇനി നിങ്ങൾ ഒരു OBC കാൻഡിഡേറ്റ് ആണ്, ഒരു മുസ്ലിമാണ്, ഒരു ഈഴവയാണ്, അത്തരത്തിലുള്ള ഒരു OBC കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 35 വയസ്സ് വരെയും ഈ ഒരു എക്സാമിനേഷൻ എഴുതാം. നിങ്ങൾ SC ആണ്, ST കാറ്റഗറി ആണെങ്കിൽ 36 വയസ്സ് വരെയും ഈ എക്സാമിനേഷൻ എഴുതുവാനായിട്ട് സാധിക്കും. ഈ ഒരു എക്സാമിനേഷന് നമുക്ക് എഴുതുന്നതിന് അറ്റംപ്റ്റ് ലിമിറ്റും ഉണ്ട്. അതായത് നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6 തവണ മാത്രമേ ഈ പരീക്ഷ എഴുതുവാനായിട്ട് പറ്റൂ. അതായത് 21 തൊട്ട് 32 വയസ്സ് വരെയുള്ള ടൈമിൽ 6 തവണ മാത്രമേ ഈ ഒരു എക്സാമിനേഷൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുവാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി നിങ്ങൾ ഒരു OBC ആണ് എന്നുണ്ടെങ്കിൽ 9 തവണ ഈ എക്സാമിനേഷന് 9 തവണ നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻ എഴുതുവാനായിട്ട് സാധിക്കും. നിങ്ങളൊരു SC അല്ലെങ്കിൽ ST കാറ്റഗറിയിലുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 36 വയസ്സ് വരെ എത്ര തവണ വേണമെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ എഴുതാം. അത്തരത്തിലൊരു ലിമിറ്റ് ഇല്ല. സോ ചുരുക്കി പറഞ്ഞാൽ ജനറൽ ആണെങ്കിൽ 21 വയസ്സ് തൊട്ട് 32 വയസ്സ് വരെയുള്ള ടൈമിൽ 6 തവണ, OBC ആണെങ്കിൽ 21 തൊട്ട് 35 വയസ്സ് വരെയുള്ള ടൈമിൽ 9 തവണ, SC അല്ലെങ്കിൽ ST ആണെങ്കിൽ 36 വയസ്സ് വരെ എത്ര തവണ വേണമെങ്കിലും ഈ ഒരു എക്സാമിനേഷൻ എഴുതാം. നമുക്കിതൊരു ടൈം ലൈൻ ആയിട്ട് കൊണ്ടുപോകാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. അതായത് UPSC സാധാരണയായി ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കിലാണ്, എല്ലാ വർഷവും ഫെബ്രുവരി ഒരു ഫസ്റ്റ് വീക്കിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുക. അതായത് ഇങ്ങനെ ഒരു എക്സാമിനേഷൻ ഉണ്ട്, ഇതിനകത്ത് 800 വേക്കൻസി അല്ലെങ്കിൽ 900 വേക്കൻസി ഉണ്ട്. ഈ വേക്കൻസിക്ക് എല്ലാം കൂടിയാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ എക്സാമിനേഷൻ വിളിച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് മാർച്ച് പകുതി വരെയാണ്.
നിങ്ങളുടെ ആദ്യത്തെ എക്സാമിനേഷൻ അഥവാ പ്രിലിമിനറി എക്സാമിനേഷൻ ഓക്കെ ഇന്ന ദിവസം വരും, മെയിൻസ് ഇന്ന ദിവസം വരും എന്നുള്ള രീതിയിൽ ഒരു നോട്ടിഫിക്കേഷൻ. സാധാരണ അത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ്. ഡിപ്ലോമ പറ്റുകയില്ല ഫായിസെ, ഡിപ്ലോമ പോരാ, ഡിഗ്രി തന്നെ വേണം. ഓക്കെ, ഡിഗ്രി തന്നെയാണ്, ഡിപ്ലോമ പറ്റില്ല. ഓക്കെ, സോ ആ ഒരു രീതിയിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലാണ് ഈ ഒരു എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരും. വന്നു കഴിഞ്ഞാൽ മാർച്ച് 10 വരെയുള്ള ടൈമിൽ അല്ലെങ്കിൽ ഒരു മാർച്ച് ഫസ്റ്റ് സെക്കൻഡ് വീക്ക് വരെ നിങ്ങൾക്ക് ഈ പരീക്ഷ അപ്ലൈ ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു SC അല്ലെങ്കിൽ ST കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 1 രൂപ പോലും നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ എക്സാമിനേഷൻ എഴുതുവാനായിട്ട് നിങ്ങൾ ഫീസായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതേ സമയത്ത് നിങ്ങളൊരു ആൺകുട്ടിയാണ്, ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ വെറും 100 രൂപ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഈ ഒരു എക്സാമിനേഷൻ ഫീസ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ പെൺകുട്ടിയാണ്, SC അല്ലെങ്കിൽ ST കാറ്റഗറി ആണെങ്കിൽ ഫീസേ ഇല്ല. ഒരു ജനറൽ കാറ്റഗറി ആണ്, ആൺകുട്ടി ആണെങ്കിൽ മാത്രം ആക്ച്വലി എന്താണ് 100 രൂപയാണ്. കംപ്ലീറ്റ്ലി ഓൺലൈൻ ആണ്, ഓഫ്ലൈൻ അല്ല. ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ലൈക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ. അതായത് UPSC online.nic.in എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ഗേൾസ് ആണെങ്കിലും ഫീസ് വേണ്ട. സോ ആ ഒരു രീതിയിൽ എന്താണ് UPSC online.nic.in എന്ന സൈറ്റിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ ആയിട്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓൺലൈൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫീസ് അടയ്ക്കുവാനും സാധിക്കും. ആകെ വേണ്ടുന്നത് ആധാർ കാർഡിന്റെ ഒരു കോപ്പി, നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ. ഓക്കെ, അതും എന്താണ് ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു സിഗ്നേച്ചർ. സോ ഇത്രയും കാര്യങ്ങൾ മാത്രം മതി നമുക്ക് അപ്ലൈ ചെയ്യുവാനായി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഇതിന്റെ എക്സാമിനേഷൻ വരും മെയ് അവസാനം അല്ലെങ്കിൽ ജൂൺ ആദ്യമുള്ള ജൂൺ ഫസ്റ്റ് വീക്കിലുള്ള ഏതെങ്കിലും ഒരു ഞായറാഴ്ച ആയിരിക്കും. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണം. BC അല്ല, ഏത് ഡിഗ്രിയും പറ്റും. ഇനി നമ്മൾ ആ ഡിഗ്രി പറ്റുമോ ഈ ഡിഗ്രി പറ്റുമോ എന്ന് ചോദിക്കേണ്ടോ, എല്ലാ ഡിഗ്രിയും ഏത് ഡിഗ്രി വേണമെങ്കിലും പറ്റും നമുക്ക്. ജസ്റ്റ് എ സെക്കൻഡ്. സിറിൽ സർ, സ്ക്രീൻ ക്ലിയർ അല്ലേ? ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഹലോ, ബാക്കിയുള്ളവർക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, സോ ആക്ച്വലി ഈ ഒരു എക്സാമിനേഷന് നമുക്ക് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഇതിന്റെ ആദ്യത്തെ ഘട്ടത്തിന് നമ്മൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയും. പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നീറ്റ് എഴുതുന്നത് പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മത്സര പരീക്ഷകൾ എഴുതുന്നത് പോലെ ഒരു വളരെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ക്വസ്റ്റ്യൻ തരും, അതിന് താഴെ 4 ഉത്തരങ്ങൾ ഉണ്ടാവും. ആ ഉത്തരങ്ങളിൽ ഏത് ഉത്തരമാണ് കറക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒരു OMR ഷീറ്റിലേക്ക് മാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് നമുക്ക് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുക. ആ പ്രിലിമിനറി എക്സാമിനേഷന് 2 പേപ്പറുകളാകും ഉണ്ടാവുക. ഒന്നല്ല, 2 പേപ്പറുകളാണ് ഉണ്ടാവുക. അതിലെ രാവിലത്തെ പേപ്പർ, അതായത് ഏകദേശം 10 തൊട്ട് 12 വരെയുള്ള ടൈമിൽ നടക്കുന്ന ആദ്യത്തെ പേപ്പറിന് നമ്മൾ ജനറൽ സ്റ്റഡീസ് എന്ന് പറയും. 2 മണിക്കൂറാണ് ഈ എക്സാമിനേഷൻ. ഈ ഒരു എക്സാമിനേഷൻ എന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിനേഷന്റെ ആദ്യത്തെ പേപ്പർ അഥവാ GS പേപ്പർ എന്ന് പറയുന്നത് ആക്ച്വലി 2 മണിക്കൂറാണ് എക്സാമിനേഷൻ. 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 ചോദ്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് ഇതിനകത്ത് ഉത്തരമായിട്ട് നമുക്ക് എഴുതാനായിട്ടുള്ള 100 ചോദ്യമാണ്. ഓരോ ചോദ്യത്തിനും 2 മാർക്കാണുള്ളത്. അതായത് 2 മണിക്കൂർ 100 ചോദ്യം, ഓരോ ചോദ്യത്തിനും 2 മാർക്ക്, ടോട്ടലി 200 മാർക്ക്. ഡിസ്ക്രിപ്റ്റീവ് അല്ല, ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്താൽ മതിയാകും, എടുത്ത് എഴുതിയാൽ മതിയാകും. ഇതിനകത്ത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചോദിച്ചതുപോലെ നമ്മളുടെ ന്യൂസ് പേപ്പറിൽ വരുന്ന കറണ്ട് ആയിട്ടുള്ള നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസുകളാണ്. ഇതിന് ഒരുപാട് പേര് ചോദിച്ച ചോദ്യം ഇതിൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണോ വായിക്കേണ്ടത്, മലയാളം ന്യൂസ് പേപ്പർ ആണോ എന്നുള്ളതാണ്. മലയാള മനോരമ വളരെ നല്ല ഒരു ന്യൂസ് പേപ്പർ ആണ്. നമ്മൾക്ക് ഒരു ദേശീയ തലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ന്യൂസ് പേപ്പർ ആണെങ്കിൽ പോലും നമ്മൾ മലയാള മനോരമയിൽ പോലും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റിനെ സംബന്ധിക്കുന്ന, കേരളത്തെ സംബന്ധിക്കുന്ന വാർത്തകൾ. പക്ഷെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഇപ്പോൾ ഹിന്ദു അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ന്യൂസ് പേപ്പർ ആകും,
അവർ കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ഒരു നാഷണൽ ലെവലിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലുള്ള കാര്യങ്ങളോ ആയിരിക്കും കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ചർച്ച ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കേണ്ടത് ഹിന്ദു അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ്. എന്നാൽ തന്നെയും നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, 8ാം ക്ലാസ് ആണ്, 10ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ +2 ആണ് എന്നുള്ളത് കൊണ്ട് സൈഡ് ബൈ സൈഡ് ആയിട്ട് നമ്മുടെ മലയാള മനോരമ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത്, വായിച്ച് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KAS, നിങ്ങൾ കഴിഞ്ഞ മാസം കണ്ടിട്ടുണ്ടാവും, KAS എക്സാമിനേഷന്റെ റിസൾട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിലുണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ KAS എക്സാമിനേഷൻസ് ഒക്കെ നടക്കുന്നത് കൊണ്ടും അത്തരത്തിലുള്ള സർവീസുകളിലേക്ക് കേരള PSC വിളിക്കുന്നത് കൊണ്ടും ഒരു ഹിന്ദു അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ മലയാള മനോരമ കൂടി കയ്യിൽ കരുതുന്നത് ഇത്തരത്തിലുള്ള നമ്മളുടെ സംസ്ഥാനത്തുള്ള പരീക്ഷകൾക്ക് കൂടി പഠിക്കുവാൻ കുറച്ചും കൂടി എന്തുണ്ടാവും, എളുപ്പമുണ്ടാവും. എന്നാലും നിങ്ങൾ UPSC ആണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ തന്നെയാണ്, പ്രിഫറബിളി ഹിന്ദു അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ. അതിനുശേഷം ഇതിൽ വരുന്നത് നമ്മളുടെ ഹിസ്റ്ററിയാണ്. അതായത് ഏൻഷ്യന്റ് ഇന്ത്യ, മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ എന്നുള്ള രീതിയിൽ നിങ്ങളിപ്പോൾ 8ലും 9ലും 10ലും പഠിക്കുന്ന അതേ കാര്യങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ +2 പഠിക്കുന്ന സിവിക്സും എക്കണോമിക്സും ഇന്ത്യ അല്ലെങ്കിൽ വേൾഡിന്റെ ജോഗ്രഫിയും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അടുത്ത ഒരു ടോപ്പിക്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, സയൻസ് ആൻഡ് ടെക്നോളജി, എക്കണോമി, എൻവിറോൺമെന്റ്. സോ ഇത്തരത്തിലുള്ള ഏകദേശം 11 സബ്ജക്റ്റുകളിൽ നിന്നാണ് ഉച്ചയ്ക്ക് മുമ്പുള്ള ആദ്യത്തെ പേപ്പർ വരിക. ഇനി നോക്കേണ്ട ഒരു കാര്യം, ഈ പേപ്പറിൽ 200 മാർക്കിനാണെങ്കിലും ഈ പേപ്പറിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് തെറ്റായി പോകുന്ന ഉത്തരത്തിന് 0.66 മാർക്ക്, അതായത് 1/3, 2 മാർക്കിന്റെ 1/3 കട്ട് ചെയ്യും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വരുന്ന പേപ്പറിന് നമ്മൾ CSAT അല്ലെങ്കിൽ CSAT എന്നുള്ള പേരിൽ നമ്മൾ ഈ പേപ്പറിനെ നമ്മൾ പറയാറുണ്ട്. ഈ പേപ്പർ വളരെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്. കുറച്ച് ഇംഗ്ലീഷിന്റെ കോംപ്രിഹെൻഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഒരു 10ാം ക്ലാസ് ലെവലിലുള്ള കോംപ്രിഹെൻഷൻ സ്കിൽസ്, ഒരു മെന്റൽ എബിലിറ്റി, ലോജിക്കൽ റീസണിങ് എബിലിറ്റി, അതായത് കുറച്ച് കണക്കും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് മെന്റൽ എബിലിറ്റി ആയിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാൻ എപ്പോഴും ഇഷ്ടമുള്ള തരത്തിലുള്ള അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളും റീസണിങ്ങുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ ഈ പരീക്ഷയുടെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കൗതുകകരമായിട്ടുള്ള കാര്യം ഇതൊന്നുമല്ല. ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും കൗതുകകരമായിട്ടുള്ള കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷയിൽ നിങ്ങൾ മുഴുവൻ മാർക്കും നേടാൻ ശ്രമിക്കേണ്ട എന്നുള്ളതാണ്. ഈ പരീക്ഷയിലും 200 മാർക്കാണ്. എന്നാൽ ഈ 200 മാർക്കിന്റെ 33%, അതായത് 67 മാർക്ക് മാത്രം നിങ്ങൾ CSAT-ന് വാങ്ങിയാൽ മതിയാകും. അതായത് ഇതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. അതായത് റാങ്കിങ്ങിനായിട്ട് നമുക്ക് ഇത്തരത്തിൽ CSAT നോക്കുകയില്ല. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുള്ള ജനറൽ സ്റ്റഡീസ് പേപ്പർ മാത്രമാണ് എന്ത് ചെയ്യുക, റാങ്കിങ്ങിനായിട്ട് നോക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ 2ാമത്തെ പേപ്പറിൽ നിങ്ങൾ 67% മാർക്ക് വാങ്ങിയാൽ മാത്രം മതി. എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. 200-ൽ നമ്മൾ 67 മാർക്ക് വാങ്ങിയാൽ. പക്ഷേ ഈ 67 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പേപ്പർ അഥവാ ജനറൽ സ്റ്റഡീസ് പേപ്പർ നോക്കുകയില്ല എന്നുള്ളതാണ് ഇതിലുള്ള കുഴപ്പം. സോ ദിസ് ഇസ് ജസ്റ്റ് എ ക്വാളിഫൈങ് പേപ്പർ. ഇതിനുശേഷം നിങ്ങൾ ഈ എക്സാമിനേഷൻ ആക്ച്വലി എന്താണ്, പ്രിലിമിനറി എക്സാമിനേഷൻ പാസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഏകദേശം ഒരു 5 ലക്ഷത്തോളം ആൾക്കാരാണ് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്നത്. ഒരു 10,000-നും 15,000-നും ഇടയ്ക്ക് ആൾക്കാരാണ് മെയിൻസ് എക്സാമിനേഷനായിട്ട് തിരഞ്ഞെടുക്കുക. സോ 2ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. നമ്മളുടെ ആദ്യത്തെ പ്രിലിമിനറി എക്സാമിനേഷൻ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, 2ാമത്തെ മെയിൻസ് എക്സാമിനേഷൻ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ, ടോട്ടൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ. അതായത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമിനേഷൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജനറൽ സ്റ്റഡീസ് എന്ന പേരിലുള്ള 4 പേപ്പറുകളുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയി പറയാം. ജനറൽ സ്റ്റഡീസ് എന്ന പേരിലുള്ള 4 പേപ്പറുകൾ, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4 എന്നുള്ള രീതിയിൽ 250 മാർക്കിനുള്ള 4 പേപ്പറുകളുണ്ട്. ഇതിനുശേഷം നമുക്കൊരു എസ് എ പേപ്പർ, നമ്മൾ സാധാരണ എഴുതുകയില്ലേ എസ് എ കോമ്പറ്റീഷൻ, അതുപോലെ തന്നെയുള്ള ഒരു എസ് എ പേപ്പർ ഉണ്ട്. ദെൻ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷണൽ സബ്ജക്ട്. ഇതിൽ ഒരുപാട് പേര് എന്നോട് ആദ്യം ഇതിനകത്ത് നമുക്ക് ചാറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു, BA പൊളിറ്റിക്കൽ സയൻസ് എടുത്താൽ അല്ലെങ്കിൽ BSc പൊളിറ്റിക്കൽ സയൻസ്, BSc കെമിസ്ട്രി എടുത്താൽ
അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്താൽ എനിക്ക് സിവിൽ സർവീസിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ എന്ന് ചോദിക്കും. ആക്ച്വലി ആ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ മാത്രമാണ്. അതായത് നമുക്ക് സുവോളജി, ബോട്ടണി, ഞാൻ സുവോളജി വെച്ചിട്ടാണ് 3 തവണയും എക്സാമിനേഷൻ എഴുതിയത്. എനിക്ക് സുവോളജിക്ക് 300 മാർക്ക് 30 മാർക്കിനകത്ത് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ. പക്ഷെ ഷഹീന് 320 മാർക്ക് നേടാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എന്റെ മറ്റൊരു സ്റ്റുഡന്റ് ആയിട്ടുള്ള ലക്ഷ്മിക്കും, അവള് ഇപ്പൊ IPOS ആണ്, പോസ്റ്റൽ സർവീസ് ആണ്. സോ അവർക്കും എന്ത് പറ്റി, ഏകദേശം 300 മാർക്കോളം സുവോളജിക്ക് നേടാനായിട്ട് സാധിച്ചു. സോ ഈ ഒരു രീതിയിൽ സുവോളജി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി, സോ ഈ ഒരു രീതിയിൽ ഒരുപാട് ഓപ്ഷണൽ സബ്ജക്റ്റുകളുണ്ട്. ഇനി ഇതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ് തന്നെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഇങ്ങനെ ഒരു ഓപ്ഷണൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഒരു ഓപ്ഷണലേ ഉള്ളൂ. അതായത് നിങ്ങൾ യൂട്യൂബ് നോക്കുകയാണ്, അല്ലെങ്കിൽ പഴയ കാലത്തുള്ള ഏതെങ്കിലും റിട്ടയർഡ് ആയിട്ടുള്ള സിവിൽ സർവൻസിന്റെ ഇന്റർവ്യൂ നോക്കുകയാണെങ്കിൽ അവർ 2 ഓപ്ഷണൽ ഉണ്ട് എന്ന് പറയും. അത് തെറ്റാണ്. ഒരൊറ്റ ഓപ്ഷണൽ സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ഓപ്ഷണൽ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 പേപ്പറുകൾ, അതായത് മലയാളം ആണെങ്കിൽ മലയാളം പേപ്പർ 1 പേപ്പർ 2, സുവോളജി ആണെങ്കിൽ സുവോളജി പേപ്പർ 1 പേപ്പർ 2 എന്നുള്ള രീതിയിൽ 2 പേപ്പറുകൾ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസിന്റെ 4 പേപ്പർ, അതിനുശേഷം ഈ പറയുന്ന ഓപ്ഷണൽ സബ്ജക്ട് അതിന്റെ 2 പേപ്പർ, ഒരു എസ്സേ പേപ്പർ. ഇങ്ങനെ 7 പേപ്പറുകളാണ് നമ്മൾ എഴുതാനുള്ളത്. ഇതിൽ ചോദിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജനറൽ സ്റ്റഡീസ് പേപ്പറുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹിസ്റ്ററി, കൾച്ചർ, എക്കണോമി, പൊളിറ്റി, ജോഗ്രഫി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവിറോൺമെന്റ്, ഇതൊക്കെ തന്നെ 3 പേപ്പറുകളായിട്ട് തിരിച്ചിട്ട് ഇവരിട്ടിരിക്കുകയാണ്. സോ അതായത് നമ്മൾ പ്രിലിംസിൽ പഠിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മെയിൻസിനകത്തും 60% ചോദിക്കുക. ആകെയുള്ള ഒരേ ഒരു വ്യത്യാസം, നമ്മൾ പ്രിലിമിനറി എഴുതുമ്പോൾ അത് ഒബ്ജക്റ്റീവ് ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് നമുക്ക് എഴുതി തീർക്കുന്ന രീതിയിലുള്ളതാണ് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഇത് കൂടാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ്, മിക്കവാറും ഉള്ളവരെല്ലാം ഒന്നുകിൽ മലയാളമായിരിക്കും അല്ലെങ്കിൽ ഹിന്ദി ആയിരിക്കും എടുക്കുക. ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും നമുക്ക് അത്തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അറിയാനായിട്ട് 300 മാർക്കിന്റെ 2 പേപ്പറുകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 7 GS 4 പേപ്പർ, എസ്എ 1 പേപ്പർ, ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിൽ നിന്ന് 2 പേപ്പർ, ദെൻ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, സോ ഇങ്ങനെ 2 ലാംഗ്വേജ് പേപ്പർ. ഞാൻ നേരത്തെ CSATന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലാംഗ്വേജ് പേപ്പർ എന്ന് പറയുന്നതും വളരെ സിമ്പിൾ ആയിട്ടുള്ള, ക്വാളിഫയിങ് ആയിട്ടുള്ള ഒരു പേപ്പർ മാത്രമാണ്. ദെൻ ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാന ഘട്ടത്തിലാണ് ഇന്റർവ്യൂവിലേക്ക് പോകുന്നത്. ഇന്റർവ്യൂ കേരളത്തിൽ വെച്ച് നടത്തുകയില്ല, ഇന്റർവ്യൂ ഡൽഹിയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഇന്റർവ്യൂ. ഡൽഹിയിലെ ഇന്റർവ്യൂവിന് നമ്മളുടെ കേരള സർക്കാർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും അവിടെ കേരള ഹൗസിലുള്ള താമസവും അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഫ്രീ ആയിട്ട് തന്നെ തരും. ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ 275 മാർക്കിനാണ്. ഒരു നല്ല ഒരു ഇന്റർവ്യൂ സാധാരണ 20 മിനിറ്റിനകത്താണ് ഉണ്ടാവുക. എന്നാൽ കാൻഡിഡേറ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയാൽ, അത് 2 രീതിയിലും ആകാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൈ IQ-ലുള്ള നല്ല ലെവലിലുള്ള ഒരു കാൻഡിഡേറ്റ്, എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആയാൽ ഇന്റർവ്യൂ ഒരു 40-45 മിനിറ്റ് വരെയും ആക്ച്വലി എന്ത് ചെയ്യാം, നീണ്ടുപോകാം. എന്റെ ആദ്യത്തെ ഇന്റർവ്യൂ 15 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത 2ാമത്തെയും 3ാമത്തെ ഇന്റർവ്യൂ 35-40 മിനിറ്റിനകത്തായിരുന്നു എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സോ ആ ഒരു രീതിയിൽ ഏറ്റവും ഫൈനലിലാണ് നമുക്ക് ഇന്റർവ്യൂ നടക്കുക. ആ ഒരു ഇന്റർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാനൽ ഉണ്ടാകും. ആ ഒരു ഇന്റർവ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 പേരുടെ ഒരു പാനലാണ് നമുക്ക് അവിടെ ഉണ്ടാവുക. അതായത് നമ്മളുടെ സ്ട്രേറ്റ് ആയിട്ട് ഒരു UPSCയുടെ ചെയർമാൻ ഉണ്ടാകും, റിട്ടയർഡ് ആയിട്ടുള്ള IAS IPS ഓഫീസേഴ്സ് അത്തരത്തിലുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ അവർ വിളിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലേഴ്സ് അത്തരത്തിലുള്ളവരുണ്ടാവും. ഇവർ നമ്മളോട് നമ്മളുടെ പേരിനെ പറ്റി, നമ്മളുടെ ലാംഗ്വേജിനെ പറ്റി, നമ്മളുടെ നാടിനെ പറ്റി, അല്ലെങ്കിൽ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഒക്കെ എന്ത് ചെയ്യും, നമ്മളോട് ചോദിക്കും. ഒരു ഫ്രണ്ട്ലി ടോക്കാണ്. ഇതിനുശേഷം മെയിൻസിന്റെ മാർക്കും ഇന്റർവ്യൂവിന്റെ മാർക്കും ചേർത്തിട്ടാണ് ഫൈനൽ ലിസ്റ്റ് ഇടുക, അവസാന ലിസ്റ്റ്. സാധാരണ പറയുകയാണെങ്കിൽ ഒരു 100-110 റാങ്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു IAS ജനറൽ കാറ്റഗറിയാണ് IAS. ഒരു OBC ആണെങ്കിൽ ഒരു 140-200 വന്നാലും IAS. ഒരു IPS ആണെങ്കിൽ 200-220 വരണം. OBC അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാറ്റഗറി ആണെങ്കിൽ 400 വന്നാലും IPS. IFS ഫോറിൻ സർവീസ് കുറച്ചുകൂടി പാടാണ്, കുറച്ചുകൂടി പ്രയാസമാണ്. ഒരു ടോപ്പ് 100 തന്നെ നമുക്ക് വരേണ്ടി വരും. അതിനുശേഷം IAS IPS IRS കഴിഞ്ഞു കഴിഞ്ഞാൽ
ബാക്കി നമുക്ക് 23 സർവീസുകൾ കൂടിയുണ്ട്. ആ സർവീസുകൾ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള എന്താ പറയുക, നിങ്ങൾക്ക് ഒരു ഓക്കെ ഒരു OBC അല്ലെങ്കിൽ റിസർവേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അത്തരത്തിലുള്ള റിസർവേഷൻ നോക്കിയിട്ടായിരിക്കും നമ്മളുടെ എന്ത് ചെയ്യുക, അലോട്ട് ചെയ്യും. ഇത്രയും വളരെ ക്ലിയർ അല്ല? സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കാമോ? ബാക്കിയുള്ളവർക്ക് കേൾക്കാമോ? ഒന്ന് ചാറ്റ് ചെയ്യാമോ? സൗണ്ട് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ ഈ ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുന്നത്. ഈ എക്സാമിനേഷന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം. ഒന്ന്, ഞാൻ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയത് എന്റെ 26ാമത്തെ വയസ്സിലാണ്. 26ാമത്തെ വയസ്സിൽ ഞാൻ ഡിഗ്രി എല്ലാം പാസ്സായി. അതിനുശേഷം 1 വർഷത്തോളം NRHM നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിൽ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച് ആ ഒരു ടൈമിലാണ് എനിക്ക് ഈ സിവിൽ സർവീസിന് അങ്ങനെ ഒരു ഇഷ്ടം വരുന്നത്. അങ്ങനെ ഞാൻ എന്റെ പ്രിപ്പറേഷൻ തുടങ്ങി. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു 2017 വരെയുള്ള ബാച്ചിലുള്ള എല്ലാവരും അവരുടെ ഡിഗ്രി കാലഘട്ടത്തോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതിനോ ശേഷം മാത്രമാണ് ഈ ഒരു പ്രിപ്പറേഷനിലേക്ക്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടൈം എടുക്കുന്നു. ഈ പറയുന്ന രീതിയിൽ NCERT നിങ്ങൾ ചോദിച്ച പോലെ 6 തൊട്ട് വേണ്ട ഒരു 8 തൊട്ട് +2 വരെയുള്ള NCERT ബുക്കുകൾ. നമുക്ക് ഏകദേശം 19 ബേസിക് ബുക്കുകൾ ഉണ്ട്. അതായത് ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ രമേശ് സിംഗ് ഇത്തരത്തിലുള്ള കുറച്ച് ഓതേഴ്സ് എഴുതിയിട്ടുള്ള ഒരു 19 ബേസിക് ബുക്ക്. ഇത്രയും ബുക്കുകൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാര്യമായിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കുവാനായിട്ട്. പക്ഷെ ഞങ്ങൾക്കെല്ലാം സംഭവിച്ച ഒരു തെറ്റെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു +2 ഒക്കെ കഴിഞ്ഞു, ആ ബുക്കുകളെല്ലാം മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് വേറെ ഒരു ഡിഗ്രി എടുത്തു. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അത്, മെഡിസിൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അത്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ NCERT ബുക്കുകളെല്ലാം മാറ്റി വെച്ചു, ബാക്കിയുള്ള ബുക്കുകൾ ഒന്നും നോക്കുന്നില്ല. അങ്ങനെ ഡിഗ്രി പാസ്സായതിനു ശേഷം എന്നാൽ എനിക്ക് സിവിൽ സർവീസിലേക്ക് ഇറങ്ങാമെന്ന് വരുമ്പോൾ, ഇപ്പോ നമുക്കിവിടെ അറ്റൻഡ് ചെയ്യുന്ന 100 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ കോളേജിൽ പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി ചോദിക്കുക, നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരിൽ തന്നെ ഒരുപാട് പേര് അവരവരുടെ 6ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 8ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ 10ഓ ഡിഗ്രിയോ തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ദേ ആർ എക്യുപ്ഡ്. സോ അവർ 5 വർഷം ചെയ്യുന്ന പ്രയത്നമാണ് നമ്മൾ ഡിഗ്രി കഴിഞ്ഞ ഉടനെ അല്ലെങ്കിൽ ഡിഗ്രി ലാസ്റ്റ് ഇയറിൽ അവസാനത്തെ ഇയറിലുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മൾ ചെയ്യാൻ നോക്കും. സോ അങ്ങനെ വരുന്ന ഒരു സമയത്ത് അത്തരത്തില് എന്ത് ചെയ്യുന്നു, അത്തരത്തില് നമുക്ക് വരേണ്ട ഒരു സമയത്ത് അവർ 5 വർഷം കൊണ്ട് ഓടിക്കൊണ്ട് വരുന്ന ആ ഒരു മാരത്തോണിനെയാണ് നമ്മൾ സ്പ്രിന്റ് ചെയ്ത് 100 മീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ അവരെ മറികടക്കാനായിട്ട് നോക്കും. ചിലർക്ക് പറ്റും. കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹൈ ലെവൽ ഓഫ് IQ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുകളോ സ്ഥിരമായിട്ട് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വളരെ 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 കുറച്ച് പേർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റിയേക്കും, ഈ എക്സാമിനേഷന്റെ പ്രിലിമിനറി അവരുടെ കൂടെ ഓടിയെത്താൻ പറ്റും. പക്ഷെ ഒരു മെയിൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ എക്സാമിനേഷൻ പാസ് ആകണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി അത്രയും ദൂരത്തു നിന്നുള്ള അല്ലെങ്കിൽ അത്രയും ടൈം എടുത്തിട്ടുള്ള ഒരു ഒരു തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ്. ബുക്കുകളും ന്യൂസ് പേപ്പറും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഏതൊക്കെ ബുക്കുകളാണ് പഠിക്കേണ്ടത് എന്നുള്ളത് മാത്രമല്ല, നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന 19 ബുക്കുകളല്ല, ഏകദേശം 36 ബുക്കുകളുടെ PDF ഒറിജിനൽ PDF നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സോ ബുക്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്യും. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ദിവസവും ന്യൂസ് പേപ്പറിന്റെ PDF, അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ബേസിക് ബുക്സിന്റെ PDF, NCERT-യുടെ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പഴയ NCERT-യുടെയും പുതിയ NCERT-യുടെയും PDF ആയിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഏകദേശം ഒരു 6000-7000 രൂപ വില വരുന്ന മെറ്റീരിയലുകൾ മാത്രം ഫ്രീ ആയിട്ട് തന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ആ ബുക്കിന്റെ കാര്യങ്ങളെല്ലാം ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. കമ്മിങ് ബാക്ക്, ഈ ഒരു എക്സാമിനേഷൻ അന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ പയ്യെ തിന്നാൽ പനയും തിന്നാമെന്ന് പറയും. ആ ഒരു രീതിയിൽ നമ്മളൊരു ഒരു ഡിഗ്രി കഴിഞ്ഞ ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോൾ ഇതെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ആകെ ഡൗട്ടായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ടോട്ടലി നമ്മൾ എന്താണ് ഒരു കൺഫ്യൂഷൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കി നമുക്ക് ഒരു 2-3 വർഷം, ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, ഒരു 2-3 വർഷം ഇതിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതും എല്ലാ ദിവസവും എപ്പോഴും പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. സപ്പോസ് നിങ്ങൾ ഇപ്പൊ 8ാം ക്ലാസ്സിലാണ്, അല്ലെ 8ഉം വേണ്ട, ഞാൻ 10 എടുത്തു, കുറച്ചും കൂടെ സിമ്പിൾ ആക്കി, ടൈം കുറച്ചിട്ടു. 10 കഴിഞ്ഞ് +1 +2 ഡിഗ്രി ഒരു 3 വർഷം. സോ ഒരു 5 വർഷം നിങ്ങളുടെ മുന്നിലുണ്ട്. ഒരു വർഷത്തിൽ 365 ദിവസമാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് 100 ദിവസം മാത്രമേ ചോദിക്കൂ, 100 ദിവസം. ആ ഒരു 100 ദിവസത്തിൽ ഓരോ ദിവസവും നിങ്ങളുടെ 3 മണിക്കൂർ മാത്രം, രാവിലെ 1.5 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ രാത്രിയിൽ 1.5 മണിക്കൂർ,
അങ്ങനെ ഒരു 3 മണിക്കൂർ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുന്നു? സിവിൽ സർവീസിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 265 ദിവസവും നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങളുടേതായിട്ടുള്ള പാഷൻ, അത് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഡാൻസ് ആയാലും മ്യൂസിക് ആയാലും ഇതിനെല്ലാം നിങ്ങൾ മാറ്റിവെക്കും. മാറ്റിവെച്ചതിന് ശേഷം എല്ലാ വർഷവും 100 ദിവസം മാത്രം 3 മണിക്കൂർ സമയം മാത്രമാണ് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ കൂട്ടിയാൽ ഒരു വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 300 മണിക്കൂർ, 5 വർഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 1500 മണിക്കൂർ. അതിനുശേഷം നിങ്ങൾ ഒരു വർഷമാണ് ഇതിന്റെ ഒരു ടൈം നമ്മുടെ എക്സാമിനേഷൻ എഴുതാൻ. ആ ഒരു സമയത്ത് കുറച്ചും കൂടി കാര്യമായിട്ട് പഠിച്ച് നിങ്ങൾ ഒരു 500 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, സോ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ 2000 മണിക്കൂർ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ അപ്പോ നിങ്ങൾ എഴുതാനായിട്ട്. അതേസമയം അങ്ങനെയല്ല, ഞാനൊരു ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം കൊടുക്കാൻ പറ്റുന്നത് ഒരു 600 മണിക്കൂർ മാത്രമാണ്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ടൈം ടേബിളിന്റെ ആവശ്യം വരുന്നത്. അങ്ങനെ വരുന്ന സമയത്താണ് ഞാൻ എത്ര മണിക്കൂർ പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കിട്ടുന്നവരോട് ചോദിക്കണം. അല്ലെങ്കിൽ അവരുടെ ടൈം ടേബിൾ എങ്ങനെയാണ്, 8 മണിക്ക് ഞാൻ എണീക്കണോ, രാത്രി 1 മണി വരെ ഇരിക്കണോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. ആക്ച്വലി നിങ്ങൾ ഇത്തരത്തിലുള്ള ആരുടെയും ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്യരുത്. കാരണം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഓരോരുത്തരും അതിനകത്ത് വ്യത്യസ്തരാണ്. ഞാൻ രാവിലെ താമസിച്ച് എണീറ്റ് രാത്രിയിൽ താമസിച്ച് ഉറങ്ങുന്ന ഒരാളാണ്. മറ്റൊരാൾ ചിലപ്പോൾ രാവിലെ 4 മണിക്ക് എണീറ്റിട്ട് രാത്രി 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ കറക്റ്റായിട്ട് ഉറക്കമില്ലാതെ കിട്ടുന്ന ടൈമിൽ പഠിക്കുകയും അതിനിടയ്ക്ക് ഉറങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്കിലുള്ള ആൾക്കാർ. സോ ഇവരെല്ലാവരും ഒരേ ഒരാളുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറുടെ അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് ഹോൾഡറുടെ ടൈം ടേബിൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാവർക്കും സ്യൂട്ടായി എന്ന് വരികയും, അതുകൊണ്ട് മറ്റൊരാളോട് ടൈം ടേബിൾ ചോദിക്കുക എന്നുള്ളതല്ല, നമ്മൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ തന്നെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, നിങ്ങളിപ്പോ ഒരു 10ലാണ്, അവിടെ തൊട്ട് ഒരു 5 വർഷത്തേക്ക് ഒരു 1500 മണിക്കൂർ, വളരെ സിമ്പിൾ ആയിട്ട് ഒരു വർഷം 300 മണിക്കൂർ മാത്രമേ ചോദിക്കുന്നു, അതും 100 ദിവസം മാത്രം. ഓക്കെ, സോ ആ ഒരു 300 മണിക്കൂർ നിങ്ങൾ ഇതിൽ ഇടുകയാണ്. അങ്ങനെ നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു എക്സാമിനേഷൻ, UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. ഏകദേശം 2000 മണിക്കൂർ വർക്ക് ചെയ്തിട്ടില്ല. 2000 മണിക്കൂറിനകത്ത് ന്യൂസ് പേപ്പറും ബേസിക് ബുക്കും NCERTയും ദെൻ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയാം. സോ അത്തരത്തിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്തിട്ട് വരുന്ന ഒരാളെ തോൽപ്പിക്കാൻ ഇത്തിരി പാടാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു രീതിയിൽ നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഫൗണ്ടേഷൻ ഈ ഒരു രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു എഡ്ജ് കിട്ടുകയുള്ളൂ. അതായത് കട്ട് ത്രോട്ട് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. നിങ്ങളിപ്പോ പഠിക്കുന്ന ക്ലാസ്സുകളിൽ പോയാൽ തന്നെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ടാബ് വെച്ച് പഠിക്കുന്നു അല്ലെങ്കിൽ ബൈജൂസിൽ നിന്ന് പഠിക്കുന്നു, അത് പോരാഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ട്യൂഷന് പോകുന്നു, നീറ്റിന്റെ കോച്ചിങ് 9ാം ക്ലാസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ ഈ ഒരു രീതിയിൽ കോമ്പറ്റീഷൻ വളരെ ഹൈ ആണ്. ആ ഒരു കോമ്പറ്റീഷനിൽ നമ്മളുടെ കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പുറത്തേക്ക് അല്ലെങ്കിൽ പുറകിലേക്ക് പോകുവാനായിട്ട് പാടില്ല. ചില ഈ ഒരു റാങ്ക് കിട്ടുന്നവർ വന്നിട്ട് പറയും, ഇതെന്റെ 4th അറ്റംപ്റ്റ് ആണ്, ഇതെന്റെ 5th അറ്റംപ്റ്റിലാണ് ഞാൻ പാസ്സായത്. ശരിയാണ്, പക്ഷെ നിങ്ങൾ ആലോചിക്കുക, 5th അറ്റംപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ 6 വർഷം കളഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ സിവിൽ സർവീസിലേക്ക് എത്തിച്ചത്. ചിന്തിക്കുക, നിങ്ങൾ 24ാം വയസ്സിലാണ് നിങ്ങൾ കോളേജ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇറങ്ങുന്നതെങ്കിൽ, നിങ്ങൾ 5ാമത്തെ അറ്റംപ്റ്റിലാണ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്നതെങ്കിൽ 30 വയസ്സ് വരെയും നിങ്ങൾ എന്താണ് ഈ പറയുന്ന രീതിയിൽ ടെൻഷൻ അടിച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ്. അത്തരത്തിൽ നമ്മളുടെ യൗവനത്തിന്റെ നല്ല ഒരു ടൈം നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ ടെൻഷനില്ല, വീട്ടുകാരല്ല ജോലിയൊന്നും ആയില്ലേ മോനെ, ജോലിയൊന്നും ആയില്ലേ മോളെ എന്നുള്ള ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിവെച്ച് നമുക്ക് ഒരു 21, 22 പോട്ടെ 24 അല്ലെങ്കിൽ 25 വയസ്സിനുള്ളിൽ തന്നെ ഈ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ നേടിയെടുക്കാനുമുള്ള പ്രയത്നവും അത്തരത്തിലുള്ള ഒരു ഡ്രീമുമാണ് നമ്മൾ കാണുന്നത്. എല്ലാ ഡ്രീമുകളും ഫുൾഫിൽ ആവാറില്ല, പക്ഷെ ആ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഡ്രീം എന്ത് ചെയ്യും, ഫുൾഫിൽ ചെയ്യും. അതായത് നമ്മളുടെ APJ അബ്ദുൽ കലാം പറഞ്ഞത് തന്നെ, ഡ്രീംസ് എന്ന് പറയുന്നത് നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതല്ല, പകരം നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്തതാണ് നിങ്ങളുടെ ഡ്രീംസ് എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ എനിക്ക് IAS കാരനാവണം, IPS കാരനാവണം എന്നുള്ള വിക്രമാദിത്യൻ സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്നത് കിങ് കണ്ടിട്ടോ നമുക്ക് തോന്നിയത് കൊണ്ട് മാത്രം കാര്യമില്ല. അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരു സ്ട്രാറ്റജി വേണം. നമ്മൾ സൗത്ത് IAS കൂടി നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ പാസ്സാകുവാനായിട്ട് ഏത് തരത്തിലുള്ള ആസ്പിരന്റിനും വേണ്ടത് 4 എമ്മുകളാണ്. ഒന്നാമത്തെ എം എന്ന് പറയുന്നത് നല്ല മെറ്റീരിയൽസ് ആണ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ, കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഈ ഭൂമിക്ക് താഴെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ സിവിൽ സർവീസിന് വ്യക്തമായിട്ടുള്ള ഒരു സിലബസ് ഉണ്ട്. ആ ഒരു സിലബസിനകത്ത് നിന്നുകൊണ്ട് ആ ഒരു സിലബസിനകത്ത് നമുക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരുന്ന ഒരു മെന്റർ ആണ് രണ്ടാമത് വേണ്ടത്. അതായത് ആദ്യം വേണ്ടുന്നത് നമുക്ക് നല്ല മെറ്റീരിയൽസ്, കറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ്.
അതിനുശേഷം ഈ മെറ്റീരിയൽ തന്നെ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇതിൽ നിന്ന് ക്വസ്റ്റൻ എങ്ങനെയാണോ, അല്ലെങ്കിൽ UPSC സാധാരണ ഇതിനകത്ത് ഏത് ടോപ്പിക്കാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്. അതായത് സിമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കുകയാണെങ്കിൽ UPSC ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് മോഡേൺ ഇന്ത്യ ആണ്. അതായത് 1857 ശേഷമുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്നത് ഏൻഷ്യൻ ഇന്ത്യ ആണ്. ഈ നടുക്കുള്ള മിഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന മുഗൾസ് ഉള്ള അത്തരത്തിലുള്ള ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരാറില്ല. നമ്മുടെ സിവിൽ സർവീസ് ഒരു സെൽഫ് സ്റ്റഡിക്ക് നിൽക്കുന്ന ഒരാൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഈ 3 ടോപ്പിക്കും ഒരുപോലെ തന്നെ പഠിക്കുവാൻ ശ്രമിക്കും. ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ നമ്മൾ നമ്മളുടെ ടൈമും എഫോർട്ടും എന്ത് ചെയ്യണം, വൈസായിട്ടും ജുഡീഷ്യസ് ആയിട്ടും തന്നെ യൂസ് ചെയ്യണം. അത്തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പരീക്ഷ മാത്രമല്ല മറ്റു തരത്തിലുള്ള പരീക്ഷകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ചിലപ്പോൾ ഇത് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ അത് പറഞ്ഞു തരാൻ പറ്റുന്ന നല്ല ഒരു മെന്റർ ഉണ്ടെങ്കിൽ 50% കംപ്ലീറ്റ്. തേർഡ് വൺ ഈസ് ആക്ച്വലി മാർക്സ്. 2 കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു ഓപ്ഷനിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓപ്ഷനിൽ കഴിഞ്ഞ വർഷങ്ങളിലെ മാർക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് ഏത് ഓപ്ഷൻ എടുത്താൽ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടും, എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാനായി ഞാൻ ഏതൊക്കെയാണ് കൂടുതലായി പഠിക്കേണ്ടത്, ഏതിനാണ് ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ആ ഒരു രീതിയിൽ മാർക്സ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ഇതിന് ശേഷം നമുക്ക് കൂടുതലായിട്ട്. ഏറ്റവും അവസാനമായിട്ട് വേണ്ടുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ്. നമ്മളുടെ അടുത്ത് ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ സിവിൽ സർവീസ് എന്തിനാണ് നിങ്ങൾക്ക് സിവിൽ സർവീസ്? ഞാൻ പഠിപ്പിച്ച് തന്നെ ഏകദേശം 50ഓളം ആൾക്കാർ ഇപ്പോൾ സർവീസിലുണ്ട്. പലതരത്തിൽ പല അക്കാഡമികളിലായിട്ട് പഠിപ്പിച്ച 50ൽ കൂടുതൽ സർവീസ്. സോ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മക്കളെ എന്തിനാണ് നിങ്ങൾ? കുറച്ച് പേര് പവർ എന്ന് പറഞ്ഞു, കുറച്ച് പേര് മണി എന്ന് പറഞ്ഞു, കുറച്ച് പേര് ഫെയിം എന്ന് പറഞ്ഞു, കുറച്ച് പേര് സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞു, കുറച്ച് പേര് മറ്റു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു, കുറച്ച് പേര് ഡ്രീം ആണ്, കുറച്ച് പേര് ഏറ്റവും വലിയ ഒരു എക്സാമിനേഷനില്ല ചുമ്മാ എഴുതി നോക്കാമെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. പക്ഷെ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ ഒരു എന്നെക്കാളും കുറച്ചും കൂടി വയസ്സ് മൂത്തിട്ടുണ്ട്, ഒരു 44 വയസ്സ് 45 വയസ്സുള്ള ഒരു സിവിൽ സർവന്റിനോട് ഞാൻ സർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഞാൻ എന്റെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ചോദിച്ചു. സോ അങ്ങനെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് നിനക്ക് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ പറയാനുള്ളതല്ല, പക്ഷെ നിനക്ക് പുത്രൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയാം? പറഞ്ഞാൽ അറിയാം സാർ. പുത്തെന്ന് പറയുന്ന എന്തിൽ നിന്ന്? നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ ആരോ അവൻ പുത്രൻ അല്ലെങ്കിൽ പുത്രൻ. പക്ഷെ ഈ പറയുന്ന നരകവും സ്വർഗവും ഒന്നും ഇല്ലടോ, ഇതെല്ലാം ഭൂമിയിൽ തന്നെയാണ്. അതായത് നമ്മളുടെ അച്ഛന്, നമ്മളുടെ അമ്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ളവർക്ക് അവർക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇത്തരത്തിലുള്ള ഒരു എക്സാമിനേഷനോ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോ ക്രാക്ക് ചെയ്യുവാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാനായി പറ്റില്ല. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണ് ഒരു സിവിൽ സർവീസ് അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലുള്ള ഒരു എക്സാമിനേഷൻ പാസ് ആവുക എന്ന് പറയും. എന്റെ മകനാണ് അത് എന്ന് പറയുമ്പോൾ ആ ഉമ്മയ്ക്കുണ്ടാവുന്ന, ആ വാപ്പയ്ക്കുണ്ടാവുന്ന, ആ അച്ഛനുണ്ടാവുന്ന, ആ അമ്മയ്ക്കുണ്ടാവുന്ന, ഡാഡിക്കുണ്ടാവുന്ന ഒരു സന്തോഷം അദ്ദേഹത്തിന് നമുക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ സന്തോഷം എന്താണ്? അവർക്ക് തന്നെയായിരിക്കും. സോ ആ ഒരു രീതിയിൽ പുത്തെന്ന് പറയുന്ന നരകം ഇവിടെ തന്നെയാണ്. ആ നരകത്തിൽ നിന്ന് അവരെ ത്രാണം ചെയ്യുക, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സർവീസുകളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ഈ ഒരു സിവിൽ സർവീസിലേക്ക് നിങ്ങൾ എത്തുക എന്ന് പറയുന്നത് ഒരു ഡ്രീമോ അല്ലെങ്കിൽ ഒരു പാഷനോ അതിനും അപ്പുറം നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മളുടെ വീട്ടിലും ആക്ച്വലി സോഷ്യൽ സർവീസ് സ്റ്റാർട്ട് ഫ്രം ഹോം എന്നാണ് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മളുടെ വീട്ടുകാർക്ക് നമുക്ക് സന്തോഷം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള സോഷ്യൽ സർവീസിൽ നമുക്ക് ഇറങ്ങിയാലും നമ്മളെ കൊണ്ട് സാധിക്കും. സോ ആ ഒരു രീതിയിൽ നമ്മളുടെ വീട് തൊട്ട് ഈ പറയുന്ന ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് അല്ലെങ്കിൽ ലാർജർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെ വലിയ വെളിച്ചം എത്തിക്കാൻ പറ്റുന്ന ഒരു സർവീസാണ് ഈ പറയുന്ന IAS IPS അല്ലെങ്കിൽ IFS എന്ന സർവീസാണ്. ഫായിസ് എന്നോട് ഒരു 4 തവണ ഇതിനിടയ്ക്ക് മെസ്സേജ് അയച്ചു, +2 കഴിഞ്ഞിട്ട് ഏത് സബ്ജക്ട്? അങ്ങനെ ഒന്നുമില്ല ഫായിസ് ഏത് വേണമെങ്കിലും ഉണ്ട്. കാര്യം അതൊക്കെ പഴയ കൺസെപ്റ്റാണ്. ഈ പറയുന്ന രീതിയിൽ പണ്ട് 2 ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കിപ്പം സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ഓപ്ഷനും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സോഷ്യോളജി മറ്റൊരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്ന് പറയുന്നതും മലയാളവും, ഇത്തരത്തിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് മാത്രമാണ് ഈ +2 കഴിഞ്ഞിട്ട് ഏത് സ്ട്രീം എടുക്കണം, ഹ്യൂമാനിറ്റീസ് പോകണം. കുറെ പേര് പറയാറുണ്ട് സിവിൽ സർവീസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്, സയൻസ് സ്ട്രീമിൽ പോകരുത്, ഹ്യൂമാനിറ്റീസിലേക്ക് പോവുക എന്നത്. അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമുള്ളൂ. കാരണം നിങ്ങൾ ഈ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഒന്നാലും നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് എഞ്ചിനീയർ ആവാനാണ്. പക്ഷെ നിങ്ങൾ ബാങ്കിൽ പോയാൽ ബാങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എഞ്ചിനീയേഴ്സിന്, നിങ്ങൾ കോൾ സെന്ററിൽ പോയാൽ കോൾ സെന്ററിൽ ഏറ്റവും കൂടുതൽ കാണുന്ന എഞ്ചിനീയേഴ്സിന്, നിങ്ങൾ ഒരു പത്രം ഓഫീസിൽ പോയാൽ അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന എഞ്ചിനീയേഴ്സിന്. ആക്ച്വലി എഞ്ചിനീയറിംഗിന് അവരെ ഇതാണോ പഠിപ്പിച്ചത്? അല്ല, അവിടെ പഠിപ്പിച്ചത് ഈ പറയുന്ന രീതിയിലുള്ള ടെക്നോളജിയാണ്, സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്.
പക്ഷെ അവര് വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ പറയുന്ന രീതിയിലുള്ള ഒരു ബാങ്കിങ്ങിലോ അതിലോ. അതുപോലെ തന്നെ ഇതൊരു ജനറലിസ്റ്റിക് സർവീസ് ആണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു MBBS ഡോക്ടർക്കും നമുക്ക് ഈ പറയുന്ന ഇപ്പൊ മലയാളം ഡിഗ്രി, BA ഡിഗ്രി, BA മലയാളം മാത്രം എടുത്ത ഒരാൾക്കും ഒരേ സിറ്റുവേഷൻ തന്നെയാണ്, ഒരേ കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഡിഗ്രിയോ നിങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളോ ഒന്നും ഇതിന് ബാധകം. ഈ പറയുന്ന ജേർണലിസം ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, BCA ആയിക്കോട്ടെ, എന്തുമാകാം, എല്ലാവർക്കും പറ്റുള്ളൂ. പക്ഷെ ഡിപ്ലോമ അല്ല, നിങ്ങൾക്കൊരു വാലിഡ് ഡിഗ്രി വേണമെന്ന്. നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്താണ് പഠിക്കേണ്ടാത്തത് എന്നുള്ള കാര്യം ഒരു ഐഡിയയുമാണ് നമുക്ക് ആയിട്ട് വരും. സോ സൗത്ത് IASന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നത് ആക്ച്വലി ഈ 4 എമ്മിലും ആദ്യത്തെ 2 എമ്മുകളാണ്. അതായത് റൈറ്റ് മെറ്റീരിയൽസ്, ദ റൈറ്റ് ഗൈഡ്സ് ആസ് വെൽ ആസ് ദ റൈറ്റ് മെന്റേഴ്സ്. സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരും അല്ലെങ്കിൽ മെയിൻസ് എക്സാമിനേഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ളവരാണ് ക്ലാസ്സസ്. മലയാളം, ഇംഗ്ലീഷ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നത് കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സ്. സോ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോ? ബാക്കിയുള്ള ചാറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ. സോ ആ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരും മെയിൻസ് എഴുതിയിട്ടുള്ളവരുമായിട്ടുള്ള നിരന്തരം ഈ ഒരു സിവിൽ സർവീസുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എന്താണ്, അതിന്റെ ചേഞ്ചസ് എന്താണ്, അതിന്റെ സത്യം എന്താണ് എന്ന് അറിയുന്നവർ തന്നെയാണ് 80% നമ്മുടെ സൗത്ത് IASലുള്ള ഫാക്കൽറ്റീസ്. നമ്മൾ ബാംഗ്ലൂരിൽ ചെയ്യുന്നത് ഏകദേശം ഈ ഒരു സെറ്റിൽ തന്നെയാണ്. അവിടെ നമ്മളുടെ ഫാക്കൽറ്റീസ് അധികവും അവിടുത്തെ റീജിയനിൽ തന്നെ ഉള്ളവരാണ്. അവരിൽ നിന്നുള്ള കുറച്ച് പേര് നമുക്ക് എന്ത് ചെയ്യും, ഇതിനകത്ത് ചില ക്ലാസ്സസിൽ ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള നമുക്ക് ഇത്തരത്തിലുള്ള പലയിടത്ത് പോസ്റ്റിംഗ് ആയിട്ടുള്ളവർ നിങ്ങളോട് ഒരു എന്താ പറയാ, ഇടയ്ക്ക് നിങ്ങളുമായ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവും. ഇത്തരത്തിലുള്ളതല്ലാതെ ഒരു 1 hour 1.5 hours ഒരു ഇന്ററാക്ഷൻ, അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ്, അവരിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഷെയറിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൗത്ത് IASന് നിങ്ങൾക്കായിട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും തന്നെ കണ്ടക്ട് ചെയ്യും. അതായത് നമുക്ക് കൊല്ലത്തും പാലക്കാടും നമ്മൾ ഓരോ സെന്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് സെന്റർ എന്ന് പറയുന്നത് ഉപാസന ഹോസ്പിറ്റലിന്റെ അടുത്താണ്. അവിടെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് തന്നെ ക്ലാസ്സസ് തുടങ്ങുന്നത്. എന്നാൽ ഇപ്പോഴത്തെ നമ്മളുടെ ഒരു കോവിഡ് സിറ്റുവേഷനിൽ ഈ പറയുന്ന രീതിയിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് ഇപ്പം നമുക്ക് തുടങ്ങാൻ പറ്റുമോ? കുട്ടികൾക്ക് വാക്സിനേഷൻ എന്തുമാത്രം എത്തിയിട്ടില്ല, വാക്സിനേഷന്റെ കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഡയലമാസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ള പേടികളും ഭയങ്ങളും ഇതുവരെ ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഏകദേശം 100-ൽ കൂടുതൽ അവേഴ്സ് ആണ് നമ്മൾ ഏകദേശം ഇതിന്റെ ആദ്യത്തെ കോഴ്സിൽ, അതായത് ഒരു 10 വർഷത്തെ കോഴ്സിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പാലക്കാട് കൊടുവായൂർ അടുത്തായിട്ടാണ് നമ്മൾ അതിന്റെ പ്രമൈസസ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ സെന്ററിന്റെ കാര്യം പറയാത്തത്. ബട്ട് സ്റ്റിൽ നമ്മൾ കൊല്ലത്താണ് നമ്മളുടെ ഫസ്റ്റ് സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, കേരളത്തിലെ ഫസ്റ്റ് സെന്റർ. സോ കൊല്ലത്ത് ഉപാസന ഹോസ്പിറ്റൽ ചിന്നക്കടയുടെ അടുത്താണ്. അങ്ങനെ കൊല്ലത്ത് വരാൻ പറ്റാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ്സസ് കൊടുക്കും. ഓൺലൈൻ ആയിട്ട് ക്ലാസ് കൊടുക്കും. ആ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുക മാത്രമല്ല, ആ ഒരു ഓൺലൈൻ ക്ലാസ്സസിന്റെ റെക്കോർഡിംഗ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പരീക്ഷ വന്നു, അതുകൊണ്ട് 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും കാണാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ അതിന്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സോ ഇതിന്റെ കൂട്ടത്തിൽ ഏകദേശം 100-ൽ പരം മണിക്കൂറിന്റെ ക്ലാസ് ഉണ്ടാവും. ഏകദേശം 7000-ഓളം രൂപ വിലയുള്ള NCERTയുടെ ഓൾഡ് ബുക്സ്, ന്യൂ ബുക്സ് ആൻഡ് ബേസിക് ബുക്സ്. നമുക്ക് കുറച്ച് പഠിക്കാനുള്ള അല്ലെങ്കിൽ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ, ഒരു ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ബുക്കുകളും നമ്മൾ കൊടുക്കും. ഒരു ബാച്ച് അവസാനിക്കുന്ന സമയത്ത് നമ്മൾ ഒരു മോക്ക് ഇന്റർവ്യൂ കൂടി ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടുമുള്ള ഒരു റിയൽ UPSC ലെവലിൽ ഒരു മോക്ക് ഇന്റർവ്യൂ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിട്ടുണ്ട്. സെപ്പറേറ്റ് ബാച്ചസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 10ാം ക്ലാസ്സിൽ താഴെയുള്ളവർക്ക് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും, എന്നാൽ +1 +2 കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു ലെവലിൽ കൂടി ഹയർ ലെവലിൽ അവർ, കാരണം വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷയിലേക്ക് എഴുതാൻ പോകുന്നവർ, സോ ആ ഒരു രീതിയിൽ ഒരു ലെവലിൽ കൂടി ഹൈയുള്ള NCERT കുറച്ച് ബേസിക് ബുക്സും കൂടി കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സസും ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഒബ്വിയസ്ലി നമ്മളുടെ സെക്കൻഡ് ടീമിന്, അതായത് നമ്മുടെ +2 കോളേജ് വിദ്യാർത്ഥികൾക്ക് കുറച്ച് അവേഴ്സ് കൂടി കൂടുതൽ ഉണ്ടാവും. അത് മാത്രമല്ല നമ്മളുടെ 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ടെസ്റ്റ് സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ മാത്രം, ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ്, ഒബ്ജക്റ്റീവ് ടെസ്റ്റ് സീരീസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഗ്രൂപ്പ് 2-ന്
അതായത് ഈ പറയുന്ന രീതിയിലുള്ള +2 അല്ലെങ്കിൽ കോളേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒബ്ജക്റ്റീവ് മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ ടെസ്റ്റ് സീരീസും, അതായത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ആൻസർ എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അത്തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യും. ആക്ച്വലി നമ്മൾ ഈ NCERT ബുക്കുകളും അത്തരത്തിലുള്ള ICSE ബുക്കുകളും നമ്മൾ 8ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ബുക്കുകൾ നിങ്ങൾക്ക് എടുത്തു തരും. അത് ഇപ്പോ ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവരുടെ അക്കാഡമിക്സിനെ കൂടി സഹായിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഒരു കോളേജ് സ്റ്റുഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ കോളേജ് സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ +1 +2 സ്റ്റുഡന്റ്, കാര്യം അവർ നീറ്റ് എഴുതാൻ പോകുന്നവരാണ്, അത്തരത്തിലുള്ള മത്സര പരീക്ഷകൾ എഴുതാൻ പോകുന്നവരാണ്, അവരുടെ അക്കാഡമിക്സിനെ ബാധിക്കാത്ത രീതിയിൽ എന്നാൽ സിവിൽ സർവീസിന് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ക്ലാസിന്റെ ഫീസ് എത്ര വന്നാലും 2 ബാച്ച് ആയാലും ആക്ച്വലി ഒരു 10 to 15 അകത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ, ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും. ക്ലാസിന്റെ ഫീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഗ്രൂപ്പിലേക്ക് ഇന്ന് രാത്രി തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്നതുണ്ടാവും. ഫീസ് ഒറ്റത്തവണയായിട്ട് മാത്രമല്ല, നമുക്ക് 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിലും അടയ്ക്കുവാനുള്ള ഒരു കാര്യങ്ങൾ അതിനായിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ, ദെൻ ഇതൊരു 1 വർഷം കൊണ്ട് തീരുന്ന ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം ആയിട്ടല്ല. അതായത് ബാക്കി നിങ്ങൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പോയി ജോയിൻ ചെയ്താൽ കേരളത്തിലുള്ള ബാക്കിയുള്ള അക്കാഡമിയിൽ നോക്കിയാൽ 1 വർഷം നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം അടുത്ത വർഷം അവർ നിങ്ങളെ കൈവിടും. എന്നിട്ട് പറയും അടുത്ത വർഷം നമുക്ക് വീണ്ടും തുടങ്ങാം. അതിന്റെ അടുത്ത വർഷം വരും പറയും വീണ്ടും നമ്മൾ 1 തൊട്ട് വീണ്ടും തുടങ്ങാം. ആ ഒരു രീതിയിലുള്ള ഒരു ഫൗണ്ടേഷൻ അല്ല നമ്മളുടെ സൗത്ത് IAS നടത്തുന്നത്. പകരം നിങ്ങളിപ്പോ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആക്ച്വലി സ്റ്റേജ് 1 ആണ്. ഈ ഒരു വർഷം കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേജ് 2 ആണ്. സോ പുതിയ ബാച്ച് വരികയാണെങ്കിൽ പുതിയ ബാച്ച് സ്റ്റേജ് 1 ആയിട്ട് നിൽക്കും. എന്നാൽ നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രൊമോട്ടഡ് ആവും, സ്റ്റേജ് 2 ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 10ാം ക്ലാസ് സ്റ്റുഡന്റ് ആണെങ്കിൽ ഏകദേശം 5 വർഷത്തേക്ക്, ഒരു +2 ഡിഗ്രി സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരു 3 ഇയർ എന്നുള്ള രീതിയിലും ഒരു സിലബസ് ഡിവിഷൻ വെച്ചിട്ട് കൃത്യമായ സിലബസ് വെച്ചിട്ട് 1 വർഷം പഠിപ്പിക്കുന്നത് അടുത്ത വർഷം എന്താണ് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്റർലാപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു പെർഫെക്റ്റ് സിലബസ് ബേസ് ആയിട്ട് തന്നെയാണ് ക്ലാസ്. അല്ലാതെ നിങ്ങൾ മറ്റേതെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സ് ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ റാൻഡം ആയിട്ട് വന്ന് കുറച്ച് സാറന്മാർ വരുന്നു, എന്തെങ്കിലും പഠിപ്പിക്കുന്നു, അടുത്ത വർഷം നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഇതേ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, ഇതേ ടോപ്പിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരു ക്ലാസ്സുകൾ വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ പ്രൊമോട്ടഡ് ആയി ഒരു സ്റ്റേജ് 2 പോകുന്നു അല്ലെങ്കിൽ സ്റ്റേജ് 3 പോകും. ആ പോകുന്ന വർഷങ്ങളിൽ നേരത്തെ പഠിപ്പിച്ചതായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ മണിയും നമ്മൾ സ്പോയിൽ ചെയ്യുന്നു. പകരം അടുത്ത വർഷം എന്തായിരിക്കും, മറ്റൊരു ടോപ്പിക്സ് ആയിരിക്കും. അതായത് സിവിൽ സർവീസിന് വേണ്ടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്. ആ ഒരു രീതിയിൽ ഓരോ വർഷവും നിങ്ങളെ എൻട്രി ചെയ്ത് നിങ്ങളെ നറിഷ് ചെയ്ത് ഒരു ഫൈനലിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാകുന്ന രീതിയിൽ തന്നെയാണ്. അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിന്റെ ഒരു വീക്ക്ലി മെറ്റീരിയൽ, അതുപോലെ തന്നെ എല്ലാ ദിവസവുമുള്ള നിങ്ങൾ പത്രം വാങ്ങണമെന്നില്ല, നമ്മൾ അതിന്റെ PDF എല്ലാ പ്രാവശ്യവും ഗ്രൂപ്പിലേക്ക് കറക്റ്റായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ അതിനായിട്ട് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നു. സോ ആ ഒരു രീതിയിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഈ വർഷം കഴിഞ്ഞാലും ഇനി അങ്ങോട്ടേക്കുള്ള വർഷങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ. അതായത് ആ PDF മെറ്റീരിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ തരുന്നത്. നിങ്ങളുടെ ലാപ്പിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 5 വർഷം കഴിഞ്ഞിട്ടാണ് 3 വർഷം കഴിഞ്ഞിട്ടാണ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും അത്തരത്തിലുള്ള ഒരു ബാക്കപ്പുമാണ് നമ്മൾ സൗത്ത് IAS നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മളുടെ ക്ലാസ്സസ് നവംബറിൽ തന്നെ സ്റ്റാർട്ട് ആവും. നവംബർ ഒരു മിഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം ഓൺലൈൻ ക്ലാസ് ആവും സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷമായിരിക്കും നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം ഒരാഴ്ചയുടെ വ്യത്യാസത്തിലായിരിക്കും 2 ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഗ്രൂപ്പിൽ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതും ഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അതിലേക്ക് ഇടും. ഒരു ജൂനിയർ ബാച്ചിന് അറൌണ്ട് 10,000 റുപ്പീസും ഒരു സീനിയർ ബാച്ച് അറൌണ്ട് 1000 റുപ്പീസുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബട്ട് ഒരു ഫൈനൽ ലെവലിലുള്ള ചർച്ച നമ്മൾ മറ്റൊരു ടീമുമായി നമുക്കൊരു സ്പോൺസറെ കിട്ടിയിട്ടുണ്ട്, സ്പോൺസറുമായി സംസാരിക്കുകയാണ്. സ്പോൺസറുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഫീസിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താനും പറ്റും. എനിവേ ഒരു 2 ദിവസത്തിനുള്ളിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതും ആയിരിക്കും. ഇത്രയുമാണ് ഏകദേശം വളരെ ചുരുക്കി ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്നോട് ചോദിച്ചിട്ടുള്ള ബുക്കുകളുടെ ലിസ്റ്റ്, NCERT ബുക്ക്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ജോയിൻ ആയതിനു ശേഷം ഗ്രൂപ്പിലേക്ക് ഇടുന്നതാണ്. ഇനി ഹിന്ദു എങ്ങനെ വായിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എങ്ങനെ വായിക്കണം എന്നുള്ള കാര്യത്തെ പറ്റി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 സെഷൻ 2 മണിക്കൂറിന്റെ ഒരു സെഷൻ, അതിൽ നിന്ന് എങ്ങനെ നോട്ട് ഉണ്ടാക്കണം, എങ്ങനെയാണ് ഇത് വായിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് CAPF അസിസ്റ്റന്റ് കമാൻഡന്റ്, അതായത് AC എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. അത് എഴുതി ഇപ്പോ നമ്മളുടെ CRPF അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എന്റെ സ്റ്റുഡന്റ് ഉണ്ട്. അദ്ദേഹമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതി ഹിന്ദു എങ്ങനെ വായിക്കണം, നോട്ട് എങ്ങനെ എഴുതണം എന്നുള്ള ക്ലാസ്സുകൾ എടുക്കും. ഇത്രയുമാണ് നമുക്ക് ഏകദേശം ഈ കാര്യങ്ങളെ പറ്റി പറയാനുള്ളത്.
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ചാറ്റിൽ ചോദിച്ചാൽ മതി. ഷഹീൻ സർ ഒരു ക്ലാസ് കൂടി അദ്ദേഹം ഫ്രീ ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ബാച്ച് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഒരു ക്ലാസ് കൂടി വരാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട്, അപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെ എടുക്കാം, ഹിസ്റ്ററിയിൽ ഒരു ടോപ്പിക്ക് തന്നെ എടുക്കാമെന്നുള്ള പറഞ്ഞു. പക്ഷേ ഷഹീൻ സർ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ സർവീസിലുള്ള ആൾക്കാർ ഇടയ്ക്ക് ഇന്ററാക്ട് ചെയ്യാനും ചെറിയ ചെറിയ ടോപ്പിക്സ് എടുക്കുവാനുമായിട്ടും നമ്മുടെ സൗത്ത് IAS മിക്കവാറും ഓഫ്ലൈൻ ലെവലിൽ ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്നതും ആയിരിക്കും. ക്ലാസ്സസ് നമ്മൾ ഹോളിഡേയ്സ് മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സാറ്റർഡേ സൺഡേസ് ആണ് നമ്മൾ ക്ലാസ്സസ് വെച്ചിട്ടുള്ളത്. നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങളുടെ ബാക്കിയുള്ള ട്യൂഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം 6 മണി തൊട്ട് ഒരു 7:30 വരെയാണ് സാറ്റർഡേ സൺഡേസിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് വെച്ചിട്ടുള്ളത്. ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 to 4 എന്നുള്ള രീതിയിലാണ് ഓഫ്ലൈൻ ക്ലാസ്സും നമ്മൾ വെച്ചിട്ടുള്ളത്. സാറ്റർഡേ സൺഡേസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങളുടെ എക്സാമിനേഷൻസ് വരുന്നുണ്ട്, 10ൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, +2ൽ എക്സാമിനേഷൻ വരുന്നുണ്ട്, അത്തരത്തിലുള്ള എക്സാമിനേഷൻസ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി ആ ക്ലാസ്സുകൾ ക്യാൻസൽ ചെയ്യുകയും കിട്ടുന്ന മറ്റേതെങ്കിലും ഒരു അവധി ദിവസം, ഒരു ഈ പറയുന്ന നവംബർ 14 അല്ലെങ്കിൽ ഗാന്ധി ജയന്തി ദിവസത്തിലോ അത്തരത്തിലുള്ള ഒരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ പോയിട്ടുള്ള ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് എടുത്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. സോ സാറ്റർഡേസ് ആൻഡ് സൺഡേസിൽ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അധികവും വെച്ചത്. ഓഫ്ലൈൻ ക്ലാസ്സസ് ഇപ്പോ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലത്താണ്. ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലത്ത് ഉപാസന ഹോസ്പിറ്റലിന് അടുത്തുള്ള സൗത്ത് IAS സെന്റർ ഉണ്ട്, അവിടെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ പാലക്കാടും സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റെന്തെങ്കിലും കോളേജ് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം. കോളേജിലുള്ളവർക്ക് നമ്മൾ കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലുള്ള ബുക്സും അത്തരത്തിലുള്ള കാര്യങ്ങളും അത്തരത്തിലുള്ള ബുക്കുകൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു 10th ബിലോ കുട്ടികൾക്ക് ആവശ്യമില്ല. അവർക്ക് ബേസിക് ബുക്സും NCERT ബുക്സും മാത്രം മതിയാവും. എന്നാൽ നിങ്ങൾ ഒരു +2 കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബുക്കുകളും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ബുക്കുകൾ, അതായത് നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയായിരിക്കും. ഫീസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഗ്രൂപ്പിൽ ഉടൻ തന്നെ ഷെയർ ചെയ്യുന്നതുമായിരിക്കും. അറൗണ്ട് 15 ആയിരിക്കും. ജൂനിയർ ബാച്ചിന് എന്തായാലും നമ്മുടെ ഫീസ് കുറവായിരിക്കും. സീനിയർ ബാച്ചിനായിരിക്കും ഒരു ചെറിയ രീതിയിൽ ഉണ്ടാവുക. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഫീസ് അടയ്ക്കുവാനായിട്ട് സാധിക്കും. ഞാനിപ്പോ എടുത്തത് വളരെ ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മളുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം 2 മണിക്കൂറുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ആ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനിൽ ഏതൊക്കെ ബുക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാനുള്ള എളുപ്പ വഴികൾ, സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട്, അതായത് ഏതൊക്കെ ബുക്കുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ആ ബുക്കിന്റെ എക്സാക്ട് ആയിട്ടുള്ള ലിസ്റ്റുകൾ, തന്നെ ഓരോ ജോഗ്രഫിക്കും പൊളിറ്റിക്കും ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ ഏതാണ്, അല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് ഏതൊക്കെ സൈറ്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എക്സ്ട്രാ ആയിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളോ ഏതാണ്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഏത് സൈറ്റിലാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മെറ്റീരിയൽസുകൾ നമുക്ക് ലഭ്യമാകുന്നു. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിച്ച പോലെ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലായി. ഡെമോ ക്ലാസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും. പക്ഷെ ഡെമോ ക്ലാസ് നമ്മൾ മോസ്റ്റ്ലി ഓൺലൈൻ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഡെമോ ക്ലാസ് കൊടുക്കുക. ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡെമോ ക്ലാസ് ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തയ്യാറാണ്, ഫസ്റ്റ് ക്ലാസ് നമ്മൾ ഡെമോ ക്ലാസ് ആയിട്ട് തന്നെ കൊടുക്കാം, പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ മറ്റെന്തെങ്കിലും ചോദിച്ചിരുന്നോ? ജൂനിയർ ബാച്ച് ആൻഡ് സീനിയർ ബാച്ചിന് ഡിഫറെന്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സും ആയിരിക്കും, ഡിഫറെന്റ് ക്ലാസ്സും ആയിരിക്കും. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ മാത്രം, അതായത് പൊളിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ, ജോഗ്രഫിയുടെ ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററിയുടെ ഇൻട്രൊഡക്ഷൻ, അത് നമുക്ക് എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്യാം. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ക്ലാസ്സുകളും സെപ്പറേറ്റ് ആയിരിക്കും, സെപ്പറേറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പുമായിരിക്കും. എനിത്തിങ് മോർ? മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഗ്രൂപ്പ് ക്രിയേറ്റ് ആവും. കാവ്യ, നമ്മൾ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഉടനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ആവുകയില്ല. നമ്മൾ ഗ്രൂപ്പിനകത്തേക്ക് ഇപ്പൊ കാവ്യ ഗ്രൂപ്പിലുണ്ടോ? നമ്മളുടെ ഏതെങ്കിലും ഗ്രൂപ്പുകളിലുണ്ടോ? നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഗ്രൂപ്പുകളിൽ കാവ്യ ഉണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ നമ്പറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, മനോരമ ഷെയർ ചെയ്യും. അപ്പൊ നമ്പറുകളിൽ ഒന്ന് വിളിച്ചാലായിട്ട് മതിയാകും. ഫൈൻ. 1 second. Just give me a second.
ദിസ് ഇസ് മൈ നമ്പർ, ഇത് എന്റെ നമ്പറാണ്. ഓക്കെ, ഇതിലേക്ക് ഗ്രൂപ്പിൽ ഇല്ലാത്തവർ മാത്രം മെസ്സേജ് അയക്കാമെന്ന് നമ്മളിപ്പോ ബേസിക് ആയിട്ട് തുടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. ദെൻ ഒരു ഫീസ് അടച്ചതിന് ശേഷം, ഒരു ഫസ്റ്റ് ഫീസ് ഒരു ടോക്കൺ അഡ്വാൻസ് വന്നതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഫൈനൽ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക. ആ ഫൈനൽ ഗ്രൂപ്പുകളിലേക്കായിരിക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ദ മെറ്റീരിയൽസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ ഓപ്ഷണൽ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇപ്പൊ കൊടുക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷണൽ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകൾ ഇപ്പോൾ ഗൂഗിൾ ചെയ്താൽ മാത്രം മതി, അത് തന്നെ 40,000 50,000 അതിന് എബോവ് ഉള്ള ക്ലാസ്സസ് ആണ്. ബട്ട് ആക്ച്വലി നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഈ വർഷം എഴുതുന്ന ഓക്കെ ആൾക്കാരുണ്ട്, അതായത് അടുത്ത 2020 എഴുതുന്ന അവരുടെ കൂടെ ഓപ്ഷൻ സബ്ജക്റ്റുകൾ അറ്റൻഡ് ചെയ്യുവാനുള്ള ഓക്കെ ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കി തരാം. പക്ഷെ അത് ഓപ്ഷൻ സബ്ജക്ട് വേണമെന്നുള്ളവർക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് ഓക്കെ എന്താണ് ഓപ്ഷൻ സബ്ജക്ട് ക്ലാസ് ഉണ്ടാവില്ല. രണ്ട് ഗ്രൂപ്പിലും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രോബ്ലം അല്ല. ഓക്കെ, രണ്ട് ഗ്രൂപ്പിലും ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരു പ്രോബ്ലം അല്ല. നമ്മൾ ഇതിന് ശേഷം ഫീസ് അടയ്ക്കുന്നവരുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ബിലോ ആണോ 10 എബോവ് ആണോ ഡിഗ്രി ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായി പറയുക. സോ അപ്പൊ എന്ത് ചെയ്യാം, നമ്മുടെ ജൂനിയർ ഗ്രൂപ്പിലേക്കോ അല്ലെങ്കിൽ സീനിയർ അങ്ങനെയാവും തുടങ്ങുക. സൗത്ത് IAS ജൂനിയർ ഗ്രൂപ്പ്, ദാറ്റ് ഇസ് ആക്ച്വലി 10 ആൻഡ് ബിലോ. സൗത്ത് IAS സീനിയർ ഗ്രൂപ്പ് +1 +2 ആൻഡ് ഡിഗ്രി. സോ ആ ഒരു രീതിയിൽ രണ്ട് ഗ്രൂപ്പിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്റെ നാട് ഞാനൊരു കൊട്ടാരക്കരക്കാരനാണ്. ബട്ട് പ്രസന്റ്ലി ഐ ആം ലൊക്കേറ്റഡ് ഇൻ ട്രിവാൻഡ്രം. ആണ്. എനി മോർ ക്വസ്റ്റ്യൻ? എന്തെങ്കിലും ഡൗട്ടുകൾ ഫീസിനെ പറ്റിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. വിക്രം, ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു. വിക്രം, നമ്മൾ അങ്ങനെ ഒരു കാര്യമില്ല. സയൻസ് ചൂസ് ചെയ്യാം, ഹ്യൂമാനിറ്റീസ് ചൂസ് ചെയ്യാം, കൊമേഴ്സ് ചൂസ് ചെയ്യാം, എന്ത് വേണമെന്ന് ചൂസ് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്രം ഇപ്പൊ ചൂസ് ചെയ്യുന്ന സ്ട്രീമിൽ നല്ല ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ വിക്രമൻ ഞാൻ മറ്റൊരു രീതിയിൽ പറയാം. നമ്മുടെ റാങ്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് റാങ്കിലുള്ള ഞാനൊരു 15 പേരെ എടുക്കും. ആദ്യത്തെ റാങ്കിലുള്ള 15, ഒരു MBBS അല്ലെങ്കിൽ അത്തരത്തിലൊരു ഡോക്ടർ ഉണ്ടാവും, ഒരു എഞ്ചിനീയർ ഉണ്ടാവും, ഒരു MBA കാരൻ ഉണ്ടാവും, ഒരു MPhil കാരൻ ഉണ്ടാവും, ഒരു MA കാരൻ ഉണ്ടാവും, ഒരു BA കാരൻ ഉണ്ടാവും, BSc കാരൻ ഉണ്ടാവും. തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു സൈക്കോളജി MSc അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൈക്കോളജി എടുത്തിട്ടുള്ള ആളുണ്ടാകും, ഒരു കൊമേഴ്സ് എടുത്തിട്ടുള്ള ഒരാളുണ്ടാകും, CA ഇന്റർ കഴിഞ്ഞിട്ടുള്ള ആളുണ്ടാകും, ചിലപ്പോൾ ഈ പറയുന്ന മ്യൂസിക് ഓക്കെ BSc മ്യൂസിക് കഴിഞ്ഞിട്ടുള്ള, BA മലയാളം, BA ഇംഗ്ലീഷ് കഴിഞ്ഞിട്ടുള്ളവരുണ്ടാവും. സോ ഇവരെല്ലാവരും ആദ്യത്തെ 20 സർവീസിനകത്ത് കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആദ്യത്തെ 100 സർവീസ് എടുത്താൽ ഇത്തരത്തിൽ ഇന്ത്യയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചിട്ടുള്ള, പല കോളേജിൽ പഠിച്ചിട്ടുള്ള, പല ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സ്ട്രീം എടുത്താലും ഇതിലൊരു പ്രോബ്ലവും ഇല്ല. നമുക്ക് ഏത് സ്ട്രീം എടുത്താലും എന്താണ്, നിങ്ങൾ ഫൈനൽ എടുക്കുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം മതി. സോ അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു സ്ട്രീം എടുക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു അഡ്വാൻറ്റേജോ പ്രത്യേകിച്ച് ഒരു ഡിസഡ്വാൻറ്റേജോ ഇല്ല. അതായത് നിങ്ങൾ ലാസ്റ്റ് 10 വർഷത്തെ ഫസ്റ്റ് 3 റാങ്കേഴ്സിനെ മാത്രം എടുത്താൽ മതി. എക്കണോമിക്സുകാരുണ്ട്, MBBS കാരുണ്ട്, എഞ്ചിനീയേഴ്സ് ആവശ്യം പോലെ ഉണ്ട്, ഈ പറയുന്ന രീതിയിൽ സൈക്കോളജി പഠിച്ചിട്ടുള്ളവരുണ്ട്, മാത്സ് പഠിച്ചിട്ടുള്ളവരുണ്ട്. ഇറ്റ് മേക്സ് നോ ഡിഫറൻസ്. സോ അതുകൊണ്ട് സയൻസ് എടുക്കാം, ഹ്യൂമാനിറ്റീസ് എടുക്കാം, കൊമേഴ്സ് എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം, നോ പ്രോബ്ലം. നമ്മൾ എടുക്കുന്ന BA ഡിഗ്രി തന്നെ, ദാറ്റ്സ് ആക്ച്വലി എ വെരി ഗുഡ് പോയിന്റ്. ഹയ, യു ആർ ആക്ച്വലി റൈറ്റ് ഓൺ സ്പോട്ട്. അതായത് നമ്മൾ 3 വർഷം എടുക്കുന്ന ഡിഗ്രി തന്നെ നമ്മൾ ഓപ്ഷനായിട്ട് എടുത്താൽ അത് വളരെ വളരെ ഉപകാരപ്പെടും. കാര്യം നമ്മൾ 3 വർഷം ആ ഡിഗ്രി പഠിച്ചതാണ്. നമുക്കൊരു ഡിഗ്രി ലെവലിൽ തന്നെയാണ് ഈ ഓപ്ഷൻ സബ്ജക്ട് എടുക്കുന്നത്. അതായത് നിങ്ങളിപ്പോ BSc ബോട്ടണിയാണ്, അല്ലെങ്കിൽ BA മലയാളമാണ് എടുത്തിട്ടുള്ളത്, മലയാളം ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ആ 3 വർഷം മലയാളം പഠിച്ചതുകൊണ്ട് അതുകൊണ്ടുള്ള ഒരു ഗുണം എന്തായാലും അതിനെടുക്കും. ഒരു MBBS ഡോക്ടറാണ്, അതേ ഡിഗ്രി തന്നെ ഓപ്ഷനിലായിട്ട് എടുക്കാമെന്നുണ്ടെങ്കിൽ ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, 5 വർഷം പഠിച്ചതാണ്. സോ അതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്, അതൊരു വളരെ നല്ല കാര്യമാണ്. ഹംല പറഞ്ഞത് വേണമെങ്കിൽ വിക്രമൻ ഓക്കെ, അതായത് +2 കാര്യം വിട്ടേക്കുക. കോളേജിൽ എടുക്കുന്ന ഡിഗ്രി നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ സബ്ജക്ട് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. എനിവേ, ഈ ഓപ്ഷൻസ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ഓപ്ഷൻ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഏതൊക്കെ ഓപ്ഷൻസ് ആണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിനകത്ത് ഏറ്റവും സ്കോറിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെ എന്ത് ചെയ്യാം, ഒരു ഡെമോ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഡെമോ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം, നോ പ്രോബ്ലം. Because I will be taking actually the entire orientation as well as these things.
എല്ലാ വർഷവും എക്സാം ഉണ്ട്. ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എല്ലാ വർഷവും ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ പരീക്ഷ എഴുതിയത് 2014 ആദ്യത്തെ എക്സാമിനേഷൻ എഴുതി, 2020 വരെ എഴുതി. വെബ്എക്സ് അല്ല സലീന, നമുക്ക് കുറച്ചും കൂടി നമുക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് നമുക്ക് ഒരു റെക്കോർഡിങ്സ് നൽകാൻ പറ്റുന്നത് ഗൂഗിൾ മീറ്റോ അല്ലെങ്കിൽ സൂമോ ആയിരിക്കും. പോസിബിളി സൂമിലാണ്. ഗൂഗിൾ മീറ്റിന്റെ റെക്കോർഡിങ്സിന്റെ ക്വാളിറ്റി നമ്മൾ അസസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി എയ്തർ സൂം ഓർ ഗൂഗിൾ മീറ്റ്, നോട്ട് ഇൻ വെബ്എക്സിലായിരിക്കില്ല. ഓക്കെ, ദെൻ ഈ പറയുന്ന രീതിയിൽ അതിനിടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാനൊന്ന് വിട്ടുപോയി. കമ്മിങ് ബാക്ക് ടു ദാറ്റ്, എല്ലാ വർഷവും ഈ എക്സാം ഉണ്ട്. ആക്ച്വലി നിങ്ങൾ നോക്കിയാൽ 2006 ശേഷം തുടർച്ചയായിട്ട് ഈ എക്സാം എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും ഈ എക്സാമിനേഷൻ ഉണ്ടാവും. KAS എക്സാമിനേഷൻ ഇപ്പൊ നടന്നു, അതിന് ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ ഈ ഒരു IAS അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ തൊട്ട് താഴെയായിട്ട് കേരളത്തിലും ഇത്തരത്തിലുള്ള എക്സാമിനേഷൻ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ടേക്ക് നടന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി വേണം. കാരണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ, ഒരു വാലിഡ് ആയിട്ടുള്ള ഡിഗ്രി ഇല്ലാത്ത ആർക്കും ഈ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. കാവ്യ ഹോമിയോപ്പതി എടുക്കുകയാണ്, +2 കഴിഞ്ഞ് ഹോമിയോപ്പതി കോച്ചിങ്. കാവ്യ ആക്ച്വലി നീറ്റ് എഴുതുക. നീറ്റ് എഴുതിയതിന് ശേഷം ആക്ച്വലി എന്ത് ചെയ്യുക, നമുക്ക് ഹോമിയോപ്പതി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ കുറിച്ചിക്കോട്ടെ ഹോമിയോ കോളേജിലാണ്. ട്രിവാൻഡ്രം ഹോമിയോ കോളേജ് ഇസ് ആക്ച്വലി ഈക്വലി ഗുഡ്. സോ വാസ് ആക്ച്വലി കോഴിക്കോട് ഹോമിയോ കോളേജ്. സോ ഇത് മൂന്നിൽ ഏതെങ്കിലും ഒരു കോളേജ് എന്ത് ചെയ്യുക, ഒന്ന് ഓക്കെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം എന്താ വെച്ചാൽ നമുക്ക് ഹോമിയോ കോളേജസിൽ സൺഡേസ് വിൽ ബി ഫ്രീ. ദെൻ സാറ്റർഡേ ആഫ്റ്റർനൂൺസ് ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ബേസിക്കലി ഫ്രീ ആയിരിക്കും. സാറ്റർഡേ ആഫ്റ്റർനൂൺസ്. സോ ഇതിന്റെ ക്ലാസ്സസ് നമുക്ക് ഏകദേശം ആഫ്റ്റർനൂൺസ് തന്നെ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഒന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പക്ഷെ ഒരു തേർഡ് ഇയർ കഴിഞ്ഞാൽ, അതായത് തേർഡ് ഇയർ ഫൈനൽ ഇയർ ഹൗസ് സർജൻസി സമയത്ത് നമുക്ക് ഒരു ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. സോ അതുകൊണ്ട് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഒന്നിച്ച് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല. അതായത് ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബേസിക് ഉണ്ടാക്കുക. ആ ഒരു ഫൈനൽ 2 ഇയറിൽ ഒരു സെൽഫ് സ്റ്റഡിയിലേക്ക് പോവുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഫുൾ ഫ്ലെഡ്ജ് കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്താൽ. 7th ആണെങ്കിലും കുഴപ്പമില്ല. അഫ്നക്കുട്ടി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജൂനിയർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പതിയെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒരു സ്റ്റേജ് 2 ആകുമ്പോൾ അഫ്നക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഐ തിങ്ക് വി ആർ ഓൾമോസ്റ്റ് ഡൺ. എനിവേ, ഇത്രയും നേരം നമ്മൾ മീറ്റിംഗിലിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും മലയാള മനോരമയുടെ സൗത്ത് IASന്റെ പേരിലുമുള്ള ദെൻ നമ്മളുടെ ഗ്രൂപ്പുകളിലേക്ക് എല്ലാ സംശയങ്ങളും കാര്യങ്ങളും ഗ്രൂപ്പിലേക്ക് ചോദിക്കാം. ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ഫ്രീ ആവുകയില്ല, പക്ഷെ ഒരു നൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് ലിങ്ക് ഞാൻ അയച്ചു തരാം. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാട്സപ്പിനകത്തേക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് സാധിക്കും. Cyril sir. Thank you, sir. Thank you. Now it's time for vote of thanks. On behalf of Malayalam Manorama, Q Kerala, and South IAS, Chinnakada, Kollam, I would like to thank Dr. Arun Shashi sir and Mr. Shahin sir for giving such a wonderful session. We are looking forward to such sessions in future too. I would also like to thank the participants for being patient and being such a great audience. Hope all of you found our session beneficial and enjoyed thoroughly. Hereby myself, Amal, would like to inform the conclusion of this session and thank you all once again. Thank you, sir. Thank you all. Have a nice day.